السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. പരിശുദ്ധ ഹിരിയങ്ങളെ സഹോദരന്മാരെ, മുസ്ലിമായ ഞങ്ങളെല്ലാവരും മരിക്കുന്നോടത്തോളം ഏത് ജാഗൽ വെച്ചിട്ട് എന്തായെങ്കിൽ ഒരു മിസ്റ്റേക്ക്, എന്തായെങ്കിൽ ദോഷ അള്ളാഹുക്ക് ഇഷ്ടമല്ലാത്തവർ സ്വറാക്കോ പോകുമ്പത്തുകൂ അപ്പമേ ഞങ്ങൾക്ക് അള്ളാഹിന്റെ പേടി പറഞ്ഞു. നാനാ കിടങ്ങത്തെ ഈ ദോഷ, ഈ മിസ്റ്റേക്ക് ആറ് നോക്കില്ലെങ്കിലും, ആറ് നണ്ടോട്ട് കേട്ടില്ലെങ്കിലും നന്റെ പടച്ചറപ്പ് നോക്കിയിട്ടുള്ള അവന് നണ്ടോട്ട് കേക്കിട. ഒരു നാളല്ലെങ്കിൽ ഒരു നാൾ നാനാക്കങ്ങനത്തെ ഈ മിസ്റ്റേക്ക്, ഈ ദോഷ സ്വന്തം നന്റെതേ ബർബാദാക്കി വിട്ടു ചെല്ലങ്ങനത്തെ ഒരു പേടി വെച്ചിട്ട് തക്വത്തോടു കൂടെ അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് ഞങ്ങളെല്ലാവരും മരിക്കലോടത്തോളം ജീവിക്കുന്നു ചെന്നിട്ട് ഞാൻ എല്ലാവർക്കും വസിയത്താക്കിയിട്ടുള്ള എൻ്റെ ഇന്നത്തെ ക്ലാസ്സിലെ വിഷയ ഖുർആൻ അതേപോലെ മുസ്ലിമീങ്ങും എങ്ങനെ ഉള്ളാറ് ചെല്ല വിഷയത്തിലായിട്ടിക്കണ്. സഹോദരന്മാരെ, പഠിച്ചതായ റബ്ബ് ഞങ്ങൾക്കാക്കിയ ഉപകാരത്തിൽ വെച്ചിട്ട് വലിയ ഒരു ഉപകാര, ഈ ടൈമിലാക്കി അങ്ങനത്തെ ഉപകാര നിങ്ങൾ നോക്കില്ലേ. ദുനിയാവുടെ മൂലയിൽ മനുഷ്യന്മാർ എന്തിനുള്ള കഷ്ടത്തിലുള്ളാർ നിങ്ങൾ നോക്കിയിട്ടുള്ള, ഭയത്തിക്കില്ലാണ്ട് നയിപ്പില്ലാണ്ട് ദയിക്കുക അകക്കല്ലാണ്ട്, അതേപോലെ ചില മോത്തിലുള്ള ചില കൺട്രിയുടെ ആൾമാർ പേടിച്ചിട്ടുള്ളാർ. നിങ്ങ എവിടെ പോയിട്ട് ഇനി ജീവിക്കടെ, ഇവിടെ യുദ്ധം നടന്നിട്ടെങ്കിൽ ഞങ്ങളെ ഒത്തിരി വയസ്സിടങ്ങളതും ഞങ്ങളെ പെണ്ണിങ്ങളത് ഈ മക്കളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെ ഞങ്ങൾ ജീവിക്കടെ, ഭയത്തിക്ക് എന്തിന് തിന്നരെ. വലിയ വലിയ ബിസിനസ് മാൻഡങ്ങ, വലിയ വലിയ മൾട്ടി മില്യണർ ഫാക്ടറി നടപ്പാട്ടങ്ങത്തെ വലിയ വലിയ ബിസിനസ് മാൻഡങ്ങ സമയത്ത് പേടിച്ച് വരുന്നിട്ടുള്ളാർ. ഞങ്ങ എത്ര നല്ല ബിസിനസ് ഇതല്ല ഇവിടുത്തെ വിട്ടെറിഞ്ഞിട്ട് പോണു. ഇത് റിട്ടേൺ വരുമ്പോത്തുകൊള്ളങ്ങ ഇവിടെ ഇക്കുക അല്ല കാലി നില സമാനായിട്ട് ഇക്കുക ചെന്നിട്ട് എന്നെല്ലാം ഒരു പേടിലും ടെൻഷനിലും പട്ടിണിലും ജീവിച്ചിരിക്കുന്ന ടൈമിൽ അൽഹംദുലില്ലാ നല്ലതും നിങ്ങളത് പഠിച്ചതായ റബ്ബു ഇത്തര ശാന്തിയും സമാധാന നെമ്മതിലും ആരോഗ്യത്തിലും ആഫിയത്തിലും പട്ടിണിടാണ്ട് എത്രമാ മോത്തുൽ പട്ടിണി ഞങ്ങളെ പട്ടിണിടാണ്ട് പഠിച്ചതായ റബ്ബു ഇന്ദുക്കും ഞങ്ങളെ ഇവിടെ ഹയാത്ത് വെച്ചിരല്ലേ. അത് ഞങ്ങൾ ഫസ്റ്റ് കതറാക്കണം. എന്തിനേക്കായിട്ട് ഹയാത്ത് വെച്ചിരവണു
ഞങ്ങൾക്കൊരു ലാസ്റ്റ് ചാൻസ് ആയിട്ടിക്കുമ്പോ ഈ വർഷത്തെ നോമ്പിട് തിങ്ങും ಬಂಡ ವರ್ಷത്തെ ನೋಂಬುಗು ನಾನು ಹಯ್ಯಾತಿಕ್ಕಲಂಟು ಬಿಯ್ಯರಿಕೊಂಡು കാരണം എന്തുകൊണ്ടുണ്ടാ പോയ വർഷത്തെ നോമ്പുകു ഞങ്ങളൊട്ടിಗೆ ഞങ്ങളെ പോലെ നോമ്പിടിച്ചങ്ങ തെറാബി നിസ്കരിച്ചങ്ങ ഖുർആൻ ഓദ്യങ്ങ അതത്രമാ മുസ്ലിമീങ്ങ ഈ വർഷത്തെ നോമ്പ് ബണ്ടയുടെ കാട്ടി മുന്നോ ഈ ദുനിയാവിടെ എഞ്ചോട്ട് പോയാ അള്ളാഹു അങ്ങനെ മഗഫിറത്തിലാക്കട്ടെ അതത്രേ മുസ്ലിമീങ്ങ പോയ വർഷത്തെ നോമ്പുകു റഹാ തിന്നാർ ഞങ്ങളെ പോലെ മക്കളുണ്ടാറ് നോമ്പിടിച്ചിരാറ് തെറാബി നിസ്കരിച്ചിരാറ് ഈ വർഷത്തെ നോമ്പ് ബണ്ടയുടെ കാട്ടി മുന്നോളൂ എത്രമാ സഹോദര സഹോദരിമാർ ഹോസ്പിറ്റലിലും ഔത്തരെ ബെഡിലും നൊമ്പത്തിലും കഷ്ടത്തിലുള്ള ഷാഫിയ എങ്ങനത്തെ റബ്ബു അങ്ങനെ തടിലിന്നങ്ങനത്തെ എല്ലാ സീക്കിടെ റബ്ബു ഷിഫാക്കി തങ്ങൾക്ക് നല്ല ആരോഗ്യം ആഫിയത്തിനെ കൊടുക്കട്ടെ ഇതിലെല്ലാത്തിനും നടും ഞങ്ങൾക്ക് ഇത്ര നല്ല ആരോഗ്യം ആഫിയത്തും തന്നിട്ട് ഈ റമദാൻ തിങ്ങൾക്ക് അള്ളാഹു താല ഞങ്ങളെ എത്തുപാറ്റിയല്ലേ ഹയാത്ത് വെച്ചിരല്ലേ അവനാക്കിയ ഉപകാരത്തിൽ വെച്ചിട്ട് ഒരു വലിയ ഒരു ഉപകാരമാക്കിക്കണം ഇതിനെ മറക്കോ തീരാം അതിലേറ്റ് ഞങ്ങ ഈ തിങ്കളത്തെ നോമ്പുലും നല്ല കഷ്ട വന്നിട്ട് നല്ല ഇഖ്ലാസോട് കൂടെ തക്വത്തോട് കൂടെ നോമ്പ് പിടിച്ചിട്ട് അള്ളാഹു കബൂലാക്കിടെ അങ്ങനത്തെ രീതിയിൽ തറാബി നിസ്കരിച്ചിട്ട് അതേപോലെ ഞങ്ങൾക്ക് അള്ളാഹു താല ഇറക്കി തന്നങ്ങത്തെ ആ പവിത്രമായ ഖുർആൻ അതിന് ഞങ്ങ ഈ വർഷത്തെ നോമ്പുലായെങ്കിലും ലൈഫിൽ ഓർക്ക അർത്ഥ സമേತ ಓದೋಕು ನಂಗೆಲ್ಲಾರು ಪ್ರಯತ್ನ ಹಾಕಿಲ್ಲ ಅಂಟಾಯಂಗಿಲು ನಾಳೆ ಕೇದಿಕ್ಕೋ ನಾವು ಪರಲೋಕത്തിൽ നാളെ കേദിക്കോ ನಾವು നല്ല പിടിച്ചത്തെ സഹോദരന്മാരെ എത്ര വലിയ പവർഫുൾ കിതാബ് കൊണ്ടുവന്ന ഞങ്ങൾ വലിയ നസീബുകാർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിയായ ഞങ്ങളുണ്ടല്ലേ വലിയ നസീബുകാർ ഇങ്ങനത്തെ ഒരു റസൂൽ ഏതേ ഒരു കൗമിടെ നമുക്ക് കിട്ടില്ല അള്ളാഹു പഠിച്ച പടപ്പിൽ വെച്ചിട്ട് ഏറ്റവും പോരിശാക്കപ്പെട്ടാൽ സുബർഗത്തുക്ക് ഫസ്റ്റ് പ്രവേശാവിടങ്ങനത്തെ ആൾ ഹൗലുൽ കൗസറിന്റെ തന്നി ഗോരി ഗോരി കൊടുക്കുക നസീബ് കിട്ടിയങ്ങനത്തെ ആൾ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉമ്മത്തിയായിടല്ല ഞങ്ങ വലിയ നസീബുകാർ അൽഹംദുലില്ലാഹ് അത്ര മാത്രമല്ല അള്ളാഹു താല ഈ ദുനിയാവുക്ക് ഇറക്കിയ കിതാബിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ കിതാബ് ഖിയാമത്ത് നിലനിൽപ്പാട്ടോ കടത്തി അങ്ങനത്തെ കിതാബ് ആ ഖുർആൻ നന്റതും നിങ്ങളെ ഔത്തുലുണ്ട് ഞങ്ങളെ പല്ലിലുണ്ട് ഞങ്ങളെ മൊബൈലിലുണ്ട് ഞങ്ങളെ മദ്രസത്തിലുണ്ട് അതിനെ ഞങ്ങൾ പഠിക്കണം അതിനെ പഠിക്കണം അതിന്റെ അർത്ഥം മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ തെരുതപ്പാട്ട ഇല്ലെങ്കിൽ ശൈത്താൻ ഞങ്ങളെ തെരുതപ്പാട്ട ഞങ്ങൾ നല്ലാവില്ല ഞങ്ങൾ ഇഷ്ടത്തിലല്ല ഞങ്ങൾ ജീവിച്ചോ പോണ്ടേ ആരാ കേട്ടത് അതും ദീനെ ഇതും ദീനെ നല്ലതല്ലേ എന്തൊരു തപ്പുണ്ട് ബഹുമാനിക്കിടല്ലേ ആദരിക്കിടല്ലേ സലാത്തല്ലേ ദിക്റല്ലേ ഔലിയാക്കന്മാരല്ലേ അള്ളാഹു പിടിച്ചപ്പെട്ടങ്ങല്ലേ അങ്ങനെയുള്ള ചെന്നിട്ട് ജീവിക്കുകയില്ല ഇസ്ലാമുദ്ദീനിൽ നിനപ്പിച്ചോ നിങ്ങ അങ്ങനെയുള്ള ജീവിക്കുകയില്ല ഇസ്ലാമുദ്ദീനിൽ അങ്ങനത്തെ ദീനല്ല ഞങ്ങളെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞങ്ങളെ അഞ്ഞെല്ലാം പറക്കിട്ട് കിസലിട്ടൊക്കെ പുട്ടുപോയിടല്ല ഞങ്ങളത് ആരും ബേജാറാക്കണ്ട ഹക്ക് ചെല്ലി മുസ്ലിം സമുദായത്തെ അവസ്ഥ നോക്കിട്ടാകുമ്പോ ബേജാറാവും ഞങ്ങളെ ഞങ്ങൾ നല്ലാക്കിട്ട് എടുക്കുക കൂടെ ഈ ക്ലാസ് ലഭിച്ചിരുന്ന അപ്പ ഇസ്ലാമുദ്ദീനിൽ ജെണ്ട ഇക്കടെ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്തൊരു ഹുക്കുമാക്കിരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ഹുക്കുമാക്കിരെ എന്തൊരു ആക്കിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കന്മാർ അത് മാത്ര അള്ളാഹു താല കബൂലാക്കിടെ ಅದಕ್ಕೆ ಮಾತ್ರ ಬೆಲೆ ಇಕ್ಕಡೆ നിങ്ങൾ നോക്കൂ ഒരു ടൈമില് ഭയാനകമായ വെടക്കത്തരത്തിൽ മുങ്ങിത്തിന്നങ്ങത്തെ ഒരു കോമായിട്ടിന്ത് മക്കത്തെ അറബിമാർ അങ്ങ ഷിർക്കും ഖുറാഫാത്തും അടിയും കൊലവും ബഡ്ഡും റാക്കും സിനും പെണ്ണിക്കിടോ പറഞ്ഞ സ്ഥലത്ത് കൊമ്പോയിട്ട് പൂച്ചണ്ടും എന്തെല്ലാം ഒരു വലാലത്തിൽ മുങ്ങിത്തിന്നാർ അങ്ങനെ അള്ളാഹു താല നല്ലാക്കുബെറ്റ് അള്ളാഹു താല നല്ലാക്കുബെറ്റ് അങ്ങോട്ട് ഫസ്റ്റ് ഹുക്കുമാക്കി എന്തിനെ കൊടുത്തുണ്ട ഞങ്ങൾ ഓതൊരു ഖുർആൻ ഇന്നങ്ങത്തെ ഒരു ആയത്ത് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് പഠിച്ചതായ റബ്ബു നിങ്ങൾക്ക് തന്ന ഖുർആൻ ഉണ്ടല്ലേ അവന്റെ പേരിൽ അവന് എന്തിനെല്ലാം നിങ്ങൾക്ക് ഇറക്കി തന്നടാ അതിന് നിങ്ങൾ ഓതും അങ്ങോട്ട് ചിന്തല്ല പഠിച്ചതായ റബ്ബു നിങ്ങൾ ഷിർക്കാക്കണ്ട ബിദഅത്താക്കണ്ട കള്ളു കുടിക്കണ്ട സിനാക്കണ്ട അടികുത്താക്കണ്ട ഗലാറ്റാക്കണ്ട അതൊന്നും ചിന്തല്ല പഠിച്ചതായ റബ്ബ് അങ്ങോട്ട് ഒന്നേ ചെന്നേ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് നിങ്ങൾക്ക് തന്നെ ഖുർആൻ ഉണ്ടല്ലേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നങ്ങനത്തെ ഖുർആൻ ഉണ്ടല്ലേ അതിനെ നിങ്ങൾ പഠിക്കണം
അതിരെ ഓതും, അതിരെ അർത്ഥം മനസ്സിലാക്കും. നിങ്ങൾ നല്ല അവിടെ, നിങ്ങൾ നല്ല അവിടെ. എത്ര നല്ല ഒരു ഉപദേശമല്ല ഖുർആന്റെ നിങ്ങൾ അന്തജാക്കും. എങ്ങനെ പഠിച്ചതായ റബ്ബ് ചന്ദ്രന അതേപോലെ സഹബാക്കന്മാരാക്കിയ അങ്ങ് ഖുർആന്റെ ഓരോരോ ആയത്തിന് തങ്ങ് മനസ്സിലാക്കിയ അതിന്റെ അർത്ഥം പഠിച്ചാറങ്ങ അങ്ങ് അല്ലാഹുവിന്റെ പേടി ബന്ത്. അത് ഓതിട്ടാകുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാകുമ്പോ അങ്ങക്ക് പഠിച്ച റബ്ബിന്റെ പേടി ബന്ത്. ഞങ്ങൾക്കൊരു മൗത്തുണ്ടു, ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടു, ഞങ്ങൾക്കൊരു ഖബറുണ്ടു, ഞങ്ങൾക്കൊരു ഹിസാബുണ്ടു, ഞങ്ങൾക്കൊരു നരകത്തെ തീ അവിടെ കത്തേണ്ടുണ്ടു, ഞങ്ങൾക്കായിട്ട് അല്ലാഹു തആല റെഡിയാക്കി വെച്ചങ്ങനത്തെ സുബർഗുണ്ടു, ഞങ്ങൾക്കൊരു ഹിസാബുണ്ടു. ഈ എല്ലാ വിഷയത്തിൽ അങ്ങ് ആലോചന ആക്കിയിട്ട് പേടിക്കോ സുഖമാക്കിയാൽ ഞങ്ങൾക്ക് 4-6 ഉപകാരത്ത് വണ്ടില്ല. എന്റെ ഉമ്മ ബാപ്പ, എന്റെ പെഞ്ഞി മക്ക, എന്റെ രായത്തങ്ങ, ഞങ്ങളെ പ്രസിഡന്റ്, ഞങ്ങളെ ഉസ്താദ് എന്തിനാക്കും പോട്ട് അതിനക്കകത്തല്ല. നക്ക് 4-6 ഉപകാരത്ത് വണ്ടില്ല. അതിലേറ്റ് നാന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞങ്ങത്തെ ഈ ഖുർആന്റെ നക്ക് പഠിച്ചിട്ടേ വേൻ, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടേ വേൻ, ഇത് ഹക്കായിട്ടിക്കിട്, ഇതുപോലെ നാണ് ജീവിക്കട്, ഇതുപോലെ നാണ് അമലാക്കിട് ചെന്നിട്ടങ്ങ എങ്ങനെ റെഡിയായിരുന്നു എന്റെ ക്രിസ്ത്യ സഹോദരന്മാരെ ആലോചന കൊണ്ടിങ്ങ. അങ്ങനല്ലായർ അങ്ങാക്കിടകത്തെ ശിർക്കും ഹറാമും എന്തിനുള്ള ബടക്കത്തറാക്കൊണ്ടിരുന്നാർ അല്ലാഹു തആല അങ്ങനെ പരിചയാക്കിടെ. അല്ലാഹു തആല ആ മക്കത്തെ അറബിമാരെ അഡ്രസ് അങ്ങനെ പരിചയ അല്ലാഹു തആല ചെല്ലത് അങ്ങ ഭയങ്കരമായ വലാലത്തിൽ മുങ്ങിത്തിന്നാറങ്ങ അങ്ങനെ ധാരണല്ലാക്കിട്ടെടുത്തത് ഖുർആൻ. ഇതേ ഖുർആൻ ഞങ്ങൾ ഓതുരങ്ങത്തെ ഇതേ ഖുർആൻ അത്ര പവർഫുൾ കിതാബായിട്ട് ഞങ്ങളോട്ട് എന്തിനുള്ള ബടക്കത്ര ഇണ്ടുക ഉണ്ടു. ഞങ്ങളെ പാലക്കാർ യാറത്തങ്ങ ടൈമുക്ക് നിസ്കരിക്കില്ല, പള്ളിക്ക് വരും മനസ്സില്ല, ഖുർആൻ ഓതുക മനസ്സില്ല, നയിച്ചു തിന്നുക മനസ്സില്ല, ഉമ്മ ബാപ്പോട്ടൊരു സമയമില്ല, പെഞ്ഞി മക്കളോട്ട് സമയമില്ല, ഗാഞ്ചത്തെ പെരോലും റാക്കിടെ പെരോലും പെൺമക്കളെ പെരോലും ആൺമക്കളെ പെരോലും ഇതിരെ പെരോലെല്ലാം പോയൊണ്ടിക്കുക. ഒരേ ഒരു കാരണം എന്തിനെ കൊണ്ടുണ്ട അങ്ങ് അല്ലാന്റെ പേടിയില്ല ചെന്നിട്ടെന്തോ അല്ല, അങ്ങ് മുസ്ലിം അല്ല ചെന്നിട്ടെന്തോ അല്ല, അങ്ങക്ക് അക്കലില്ല ചെന്നിട്ടെന്തോ അല്ല, അങ്ങക്ക് നരകത്തെ സുബർഗത്തെ വിഷയം അപുരാതാപിയുടെ വിഷയം കൊണ്ടില്ല ചെന്നിട്ടെന്തോ അല്ല. അങ്ങാക്കി ഒരേ ഒരു മിസ്റ്റേക്ക് എന്തിനെ കൊണ്ടുണ്ട ഖുർആന്റെ അങ്ങ് ഓതില്ല, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയില്ലങ്ങ. അങ്ങ് മാത്രം ഖുർആന്റെ അർത്ഥം പഠിച്ചിരാറുണ്ടായെങ്കിൽ, ഖുർആന്റെ അങ്ങ് ഹത്തിനെ മനസ്സിലാക്കിയിരാറുണ്ടായെങ്കിൽ ആറും ചെല്ലകത്തെ മന്ത്രിൽ ഇന്ത്യക്ക് എത്ര കഷ്ടം വന്നിട്ട് ദാവാക്കേണ്ടുള്ള അല്ലേ. ഇത്തരം ദാവാക്കെടുത്ത് മക്കത്തെന്തല്ല പാലക്കാർ ആ ഖുർആന്റെ ഒന്ന് കുറിപ്പാക്കിട്ട് ഓതിരാറുണ്ടായെങ്കിൽ സഹബാക്കന്മാരെ ചരിത്രത്തെ നിങ്ങൾ നോക്കൂ. അങ്ങ് ഖുർആൻ ഓതിട്ടല്ലേ നല്ലായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പഠിച്ചിട്ടല്ല അങ്ങ് നല്ലായത്. ഞങ്ങൾ നല്ലാക്കിട്ടെടുക്കുക ഒരേ ഒരു വസ്തുക്കളിൽ ഇതേ ഖുർആൻ. ഇതല്ലാണ്ട് വേറെ ഏതോ ഒരു താക്കത്ത് കൊണ്ടിട്ട് ഞങ്ങളെ ചേഞ്ച് ആക്കുക സാധ്യമേ ഇല്ല. നിങ്ങൾ നിലപ്പിച്ചോളൂ നല്ല പരിസരത്തെ സഹോദരന്മാരെ. ഞങ്ങൾ ഇണ്ടുകും ഞങ്ങ ശിർക്കിടെ പെരോട് ഉള്ളാണ്ടായെങ്കിൽ ഇണ്ടുകും ഞങ്ങൾ ഹലവ് ചെല്ലതും ഡോങ്കി ആക്കിടതും വഞ്ചന ആക്കിടതും ഹറാമുടെ നോക്കിടതും ഹറാമുടെ തിണ്ടോട്ട് ഉള്ളാണ്ടായെങ്കിൽ നിങ്ങൾ കറക്റ്റ് വെച്ചിട്ടൊക്കെ ഖുർആൻ ഓതോ. കറക്റ്റ് വെച്ചിട്ട് നല്ല മനസ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഖുർആൻ എടുത്തിട്ട് ഓതോ. ഞങ്ങളത് എല്ലാം നമ്മുടെ വിടക്കത്ര അത് നിപ്പാട്ട് പാട്ട് അത്ര താക്കത്തുണ്ട്. അത് ഞങ്ങൾ മാത്രം ഓതൊരു രീതിയിൽ ഞങ്ങൾ ഓതില്ല. അതിന് ಐಕೆಟ್ಟಲ್ಲಿ ಮಕ್ಕತ್ತೆ ಮುಶ್ರಿಕೀಗ ಮಕ್ಕತ್ತೆ ಇಸ್ಲಾಮುಡೆ ಶತ್ರುಮಾರ್ അങ്ങ് ഗൊಂತುಂಡು മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണങ്ങത്തെ ഈ ഖുർആൻ ഇത് ഭയങ്കര അതിർപ്പത്തെ ഇത് ഭയങ്കര മുജിസാത്തൊരു കിതാബായിട്ട് ഇയലെ ക്ലാസ്സുകാർ പോയാറ് ഇയൽ കാനെ ഖുർആന്റെ ഒരു ആയത്ത് മാത്താറ് ഓതിയാറ് അങ്ങ തെരുത്തപ്പ അങ്ങ ഞങ്ങളെ തെരു ಬಿಟ್ಟಾರೆ അങ്ങ് ഞങ്ങളെ ചങ്ങൈപ്പാട് ಬಿಟ್ಟಾರೆ ഞങ്ങളോട്ട് കൂടില്ലെങ്ങ അങ്ങ് പിന്നെ ലാത്ത ഉസ്സ മനാത്തരെ വിളിച്ച് ദൂരക്കില്ല അങ്ങ് റായത്തങ്ങ ഉമ്മ ബാപ്പ എന്തിനാക്കിടാർ അങ്ങത് നോക്കില്ല അങ്ങ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണങ്ങത്തെ ആ തൗഹീദ് അംഗീകരിക്കിടാർ ആ സുന്നത്തിന് അംഗീകരിക്കിടാർ ഐക്കേട്ടങ്ങാറ്റ് പ്ലാനിങ് എന്തിനെ ഗൊಂತುಂಡ അടിച്ചിട്ട് നോക്കിയാർ ബദരിക്കെട്ട് നോക്കിയാർ കൈക്കാൽ കട്ടാക്കിയിട്ട് നോക്കിയാർ പിന്നെ സ്വത്തുരതെല്ലാം പുട്ടിട്ട് മതിയിട്ട് ഓടിപ്പോണ്ട പോലെ ഓടുപാട്ടി നോക്കിയാർ എന്തെല്ലാം ആക്കിയിട്ട് നോക്കിയാർ സഹബാക്കന്മാരെ തങ്ങൾക്ക് ಬಗ್ಗಬಾಟೋಗಾಯಿಲ್ಲ ಹಂಗೆಂದಿರೇಕಿ ಪ್ಲಾನಿಂಗ್ ಇಟ್ಟೆ ಗೊಂತುಂಡ ಹಂಗ ಒರೇ ಬಸ್ತು ಒರೇ ಸ್ವರಾಕ್ಯಂಗ ಒಕಾಲೆಲ್ಲದೀನ ಕಫರು
ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. അങ്ങ് ഗല്ലിൽ അബൂജഹലും ബാക്കി ഞങ്ങളുടെ ഡിക്ലെയർ ആക്കി വന്നർ അഞ്ഞ് ചെന്നം വന്നർ. ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങത്തെ ഖുർആൻ ഉണ്ടല്ലേ, ഞങ്ങളെ റായത്തങ്ങള്, ഞങ്ങളെ കുടുംബത്തങ്ങള്, നിങ്ങ മാത്ത ഖുർആന്റെ പലക്കെ കേൾക്കണ്ട, ആ ഖുർആന്റെ ആയത്ത് ഓതണ്ട, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ്സിൽ നിങ്ങ പോണ്ട. എവിടെ ഖുർആന്റെ വിഷയ ചെല്ല്, എവിടെ ഖുർആന്റെ ക്ലാസ് നടക്കട്, അവിടെ നിങ്ങ ഗലട്ടാക്കറു, അവിടെ ഗലട്ടാക്കറു, നിങ്ങ അവിടെ അടിക്കുത്താക്കറു, അതിനെ ബന്ധാക്ക മാറ്ററു. അതിനൊന്നും നിങ്ങൾ എന്തായിട്ട് നടപ്പാട്ട വിടണ്ട, ക്ലാസ് ഒന്നും നടപ്പാട്ട വിടണ്ട, ആ ഖുർആനൊന്നും ഓത വിടണ്ട. അങ്ങനത് ಅತ್ತರೇಕಿ ಗೊತ್ತುಂಟು ಇದು ಓದಿನ ಪಿನ್ನಂಗ ನಲ್ಲ ಉಡಾರಂಟ ಅಂಗಗೂ ಸಮ್ಮತ ಗೊಂತಿಂತು ಅಂಗೆಂದು ಓದಿಲ್ಲ, ಅಂಗೆಂದು ಹಕ್ಕು മനസ്സിലാക്കില്ല. അങ്ങ് ഓതി ആങ്കില് അങ്ങനെ ഈ ശിർക്കിടെ ബിസിനസ് നിക്കട്, അവിടെ പണ്ട് ഇൻകം നിക്കട്, അങ്ങനെ അധികാര പോണ്ടു, ಬೆಲೆ ಬೆಲೆ ಕಿಂಗ್ ಮಾರುನ್ನಾರ್, അങ്ങനെ ಅಧಿಕಾರ പോണ്ടു, അങ്ങനെ ಇಜ್ಜತ್ പോണ്ടു, സ്ഥാനಮಾನ പോണ്ടു, കോടിക്കട്ടടി ഇൻകം പണ്ടത് പോണ്ടു. അത് കേട്ട് അങ്ങ് ഖുർആന്റെ ഓതോ തീരാൻ ടേച്ചത്. യാ സുബ്ഹാനല്ലാഹ്, എന്റെ മുസ്ലിം സമുദായം ഇതേ ഒരവസ്ഥയിൽ പോയിട്ട് പിടിഞ്ഞു പോയിട്ട്, മുസ്ലിം സമുദായം ഇതേ ഒരവസ്ഥയിൽ പിടിഞ്ഞു പോയിട്ട്. അല്ലാഹു തആല ഞങ്ങളെ കാത്തു സലാമത്താക്കട്ടെ. എന്റെ മുസ്ലിം സമുദായ ഖുർആന്റെ അർത്ഥം പഠിക്കുക, ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കുക, പേടിക്കിടാൻ മനസ്സിലാക്കിനെങ്കിൽ ഒരേ ഒരു ദർഗത്തിന് മുസ്ലിമിന്റെ പോലെ ഇത്തര ദർഗത്തെ അകത്തിന് ഇതില്ല. മുസ്ലിമുക്ക് ദർഗ വേണ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങാರು ಬೇಜಾರಾಕೋತೀರಾ, നിങ്ങാರು ಬೇಜಾರಾಕೋತೀರಾ, നിങ്ങൾ അന്താജാക്കണം. മുസ്ലിമുക്ക് ദർഗ വേണ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റാർട്ടിങ്ങിൽ ശുരുവാക്കിയിട്ട് തൗഹീദ് ചൊല്ലും. 23 വർഷത്തോളം തൗഹീദേ ചൊല്ലും വന്നു. അതിലൊട്ടുക്ക് പിന്നെ നിസ്കാരം ബാക്കി വിഷയം ചെന്ന് ലാസ്റ്റ് വഫാത്താവുടെ സ്റ്റാമ്പും സമത്തെ ദർഗത്തെ വിഷയത്തിൽ എച്ചരിക്ക തന്നത്. ലഅനല്ലാഹു അലൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. വഫാത്താവുടെ ടൈമുള്ളൂ നന്റെ ഉമ്മത്തിമാര് ഓതവിടെ നോക്കോളൂ. യഹൂദിൻ നസ്രാനിങ്ങ അങ്ങനെ അംബിയാ മുർസലീങ്ങളെ കബൂറിനെ തങ്ങ ബന്ധിച്ച് കെട്ടിയാറ്, അവിടെ സുജൂദിട്ടതും കഷ്ടദുഃഖ ചെല്ലതും അള്ളാഹിന്റെ അങ്ങനെ പാർട്ട്ണർ ആക്കിയിട്ട് അങ്ങനെ ശിർക്കിനെ സ്റ്റാർട്ടാക്കിയാറ്. അങ്ങ് അള്ളാഹിന്റെ ലാനത്ത് കിട്ടട്ട് പടച്ചറപ്പിടെ ലാനത്തത് നിഗമാത്തകനെ ആക്കിരണ്ട. എച്ചരിക്ക തന്നു പോയിട്ട് ആ ദർഗത്തെ തൊട്ട് നിങ്ങൾ ദൂരെ നിൽക്കുന്നുണ്ട്. 2 ഉമ്മത്തിമാർ ആക്കിയതേ അല്ലേ. ഖുർആന്റെ ഒരു അർത്ഥമാത്ത് 2 ഉമ്മത്തിമാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ദർഗത്തുക്ക് കാല് വയ്ക്കലാണ്. കബർ സിയാറത്താക്കോ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദർഗ സിയാറത്താക്കോ ചെന്നില്ല. ನೆನಪೆಚ್ಚಲು ನಂಗೆ ಚೆನ್ನ ಸಾತ್ ಎಂದ್ರೆ ಚೆಲ್ಲಾರು ಎಂದೆಲ್ಲ ಕಬೂರ್ ಸಿಯಾರತ್ ಕೊಂಡೆ ತಪ್ಪ ನಬಿ ಚೆಂತಿಲ್ಲೆ ಚಂದ್ರ ಕಾಕ ದರ್ಗ ಸಿಯಾರತ್ ಚಂದ್ರಲ್ಲ. ನೆನಪೆಚ್ಚಲು ನೀಂಗ കബൂർ സിയാറത്ത് ചെന്നത് എന്റെ കബൂർ ഞങ്ങളുടെ രാജ്യത്തിലില്ലേ, ഞങ്ങളെ ജമാഅത്തിലില്ലേ, ഞങ്ങളെ ഉമ്മ പാപ്പ എത്ര ആൾമാരെ ഉമ്മ പാപ്പ ഉസ്താദ് പ്രസിഡന്റ് നല്ല കഷ്ടപ്പെന്ന് നയിച്ചങ്ങ നല്ല നേർകാർ എത്ര ആൾമാരെ കബൂറില്ലേ. അവിടേക്ക് എന്ത് സിയാറത്താക്കില്ല ഞങ്ങൾ, അവിടേക്കല്ലേ സിയാറത്താക്കോ ചെന്നിട്ട് ആ കബൂറിന്റെ അവിടേക്കല്ലേ പോയി ചെന്നിട്ട് 4 ഇതേപോലെ മറിച്ചിട്ട് വന്നിട്ട് ഉറങ്ങിടവൊന്നും ചെന്നിട്ട് മൂത്തിരി നിലപ്പാക്കുകയിട്ട് ഞങ്ങളെ നല്ലാക്കുകയിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട്. മുസ്ലിം സമുദായ ഖുർആന്റെ അർത്ഥ പഠിക്കാത്ത കാരണത്താൽ, ഖുർആൻ ഓതാത്ത കാരണത്താൽ ആ കബൂർ സിയാറത്ത് പോണ്ട് വിട്ട് ദർഗ സിയാറത്തേക്ക് പോയി. ശിർക്കായില്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തയുടെ ടൈമിൽ ചെന്നിരല്ലേ ഉമ്മത്തി മുസ്ലിമീങ്ങളെ. അപ്പൊ മിസ്റ്റേക്ക് ആരത്? ഉസ്താദ്മാരതല്ല മിസ്റ്റേക്ക്, അത് കാട്ടി തന്നങ്ങനതല്ല മിസ്റ്റേക്ക്, അതങ്ങനെ ബിസിനസ് മിസ്റ്റേക്ക്. ഞങ്ങളൊത്തുൽ ഖുർആനുണ്ട്, ഖുർആന്റെ ക്ലാസ് ആക്കിടങ്ങനത്തെ പല്ലുണ്ട്, തൗഹീദിന്റെ ഉപദേശ ആക്കിടങ്ങനത്തെ പല്ലുണ്ട്, മദ്രസ ഉണ്ട്, കുത്തുബ കേക്കട് എല്ലാം ഉണ്ട്. അല്ലാഹു തആല ഞങ്ങൾക്ക് അക്കൽ തന്നറ, കണ്ണ് തന്നറ, കാത് തന്നറ, ചന്തത്തിൽ ഞങ്ങൾക്ക് ഇൽമിടെ പഠിക്കല്ലേ. ഞങ്ങൾക്ക് അല്ലാഹു തആല ഞങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി നോക്കും. സൂറ കഹ്ഫിൽ അല്ലാഹു തആല ചൊല്ലിയത് ഭയങ്കര പേടിക്കനായ വിഷയത്തിക്ക് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ വഹും യഹ്സബൂന അന്നഹും യഹ്സിനൂന സുൻആ.
യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഉമ്മത്തിമാരോട്ട് നിങ്ങൾ ഇപ്പമേ ചെന്ന് വിടറു, അള്ളാഹുക്ക് വന്നുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ പിന്നെ ഈ പുരോഹിതന്മാർ മുസ്ലിം സമുദായത്തെ തെരുതപ്പാക്കാർ ചെന്നിട്ട് പഠിച്ചതായ റബ്ബ് വന്നുണ്ട്. അതിക്കേറ്റവും ഈ ആയത്തിൽ ഇറക്കിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പമേ ചെല്ലറുണ്ട്. നിങ്ങൾ അള്ളാഹു തആല ഹുക്കുമാക്കടെ, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ ഉമ്മത്തിമാരോട് ചൊല്ലറു. ഉമ്മത്തിമാരെ നിങ്ങളിൽ അമല് ലോസായിട്ട്, നിങ്ങളുടെ അമല് ദീന്റെ പേരിൽ നിങ്ങളുടെ അമല് ലോസായിട്ട്, യാറ് ലോസായിട്ട് ബർബാദായങ്ങ ആറ് ചെന്നിട്ട് നാങ് ചെല്ലട്ട നിങ്ങൾ വലാലത്തിലെ പെറോൾ പോയിട്ട് നിങ്ങളെ ദുനിയാവുടെ ഈ ജീവനം നിങ്ങൾ ബർബാദാക്കിയിട്ട് ആറ് ചെന്നിട്ട് നാം ചെല്ലട്ട അങ്ങ നിസ്കരിക്കിടാർ, നോമ്പിടിക്കിടാർ, ഹജ്ജുംറാക്കിടാർ, എല്ലാക്കിടാർ, ഖുർആൻ ഓതുറാർ. മാത്രമാ ഖുർആനിൽ ചെന്ന പോലെ ഇല്ല, ഹദീസിൽ ചെന്ന പോലെ ഇല്ല. അങ്ങനെ ഉസ്താദുമാർ എന്തൊരു ചെന്നിറാറ് അതുപോലെ മാക്കൊണ്ടുള്ളാർ. അങ്ങനെ വിചാരിച്ചിടാറ് ഞങ്ങ ആക്കിടതല്ല നല്ലത്. ഷിർക്കാക്കിട്ട് മന വിചാരിക്കണ ഞങ്ങൾ തൗഹീദെ ആക്കിടേൻ, ബിദ്അത്താക്കിട്ട് അങ്ങ വിചാരിക്കണ ഞങ്ങൾ നബിയുടെ സുന്നത്തെ ആക്കിടേൻ. നിങ്ങൾ നോക്കറു, മുസ്ലിമീങ്ങളെ ഞങ്ങൾ ആരതും ദൂരകള്ള ഇവിടെ ക്ലാസ് വെച്ചിരത്, ആര് പേരെടുത്തിട്ട ഇവിടെ ആരതാ ദൂരകള്ള ക്ലാസ് വെച്ചിരത്. നിങ്ങൾ കറക്റ്റ് ഖുർആനും ഹദീസ് പിടിപ്പാട്ടിട്ട് നിങ്ങൾ ഓതും, അർത്ഥം മനസ്സിലാക്കും. നാണ് ഈ നമ്മുടെ ഷിർക്കാക്കടല്ലേ ഈ മൗലൂദും ഈ കുത്തുബിയത്തും ഈ ഉറൂസും ഈ ദർഗ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിട, സഹബാക്കന്മാർ ആക്കിടാറ. ഖുർആനിൽ ഇതൊക്കെ ഹുക്കുമുണ്ട, ഹദീസിൽ ഹുക്കുമുണ്ട, ഒന്ന് ചക്കാക്കും. അല്ലാഹു തആല ചെന്നിട്ടുള്ള അങ്ങ് വിചാരിക്കിടാറ് ഞങ്ങ തൗഹീദിലെ ഉള്ളാണ്, നിങ്ങൾ ചക്കാക്കും. ഞങ്ങൾ നിസ്കരിക്കടെ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം ഉണ്ടാ, ഞങ്ങൾ ചെല്ലെ സലാത്ത് നബി പഠിപ്പാക്കിയതാ, ഞങ്ങൾ ചെല്ലെ ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാക്കിയതാ. എല്ലാ ഔനവും ചക്കാക്കും. എൻ്റെ പിരിസത്തെ സഹോദരന്മാരെ ഇല്ലെങ്കിൽ ഞങ്ങ ടോട്ടൽ ലോസിലവിടെ അള്ളാഹു തആല അതേച്ചിട്ട് അങ്ങ് വിചാരിക്കടെ ഞങ്ങൾ നല്ലതേ ആക്കിക്കൊണ്ടുള്ള. മാത്രമാ അങ്ങ് മസ്ത് ലോസിൽ പോഞ്ഞത് അങ്ങ് കൊന്തേയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തുക തീര പിരിസത്തെ സഹോദരന്മാരെ. എൻ്റെ മുസ്ലിം സമുദായത്തിന് ഖുർആൻ ഓതിട്ട് അതിൽ അർത്ഥം പഠിക്കുമ്പോൾ ഡൗട്ടാവും. മസ്താൻ നണ്ടോട്ട് കേട്ട വിഷയം നാ നിങ്ങൾ ചെല്ലത്, നണ്ടോട്ട് സവാലാക്കിയ വിഷയം നാ നിങ്ങൾ ചെല്ലത്. ഖുർആനിൽ എന്തൊരു ചെന്നിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തങ്ങനെ വെച്ച് ദുവറക്കൊക്കെ തീരാ, അള്ളാഹു അല്ലാത്തങ്ങൾ നേർച്ച കൊടുക്കൊക്കെ തീരാ, അള്ളാഹിൻ്റെ ഒട്ടുക ആരുതും പാർട്ട്ണറാക്കൊക്കെ തീരാണ്. അപ്പൊ മുസ്ലിം സമുദായത്തിന് ആ ആയത്ത് ഓതുമ്പത്തുക്ക് ഡൗട്ടാവും. എന്തേ അങ്ങോടെ പണ്ട് ക്വസ്റ്റ്യൻ എന്തിനെ ಗೊತ್ತುಂಡ, അപ്പം ഞങ്ങൾ ഉസ്താദ്മാരാക്കിടെ തപ്പ, ഞങ്ങളെ ഉമ്മ ബാപ്പ ആക്കിയതല്ല തപ്പ. അങ്ങ് ഡൗട്ട്, ഖുർആൻ ഡൗട്ട്. അത് കേട്ട് അല്ലാഹു തആല ഞങ്ങളെ വിളിച്ച് എന്തിനു ചെല്ല ಗೊತ್ತುಂಡ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീ. സുബ്ഹാനല്ലാഹ്. പഠിച്ചതായ റബ്ബ് ഞങ്ങളെ വിളിച്ച് ചെല്ലു 3 ഹർഫുടെ സത്യത്തിട്ട് ചെല്ലു. നീನು ಓದಿರಿ ഖുർആൻ ഉണ്ടല്ലേ, ഇത് ഹക്കായിട്ടിക്കടി, ഇത് ഹക്ക്. നീ ഇതിൽ ഡൗട്ട് എന്ന് വിചാരിക്കണ്ട, ഇതിൽ ഡൗട്ട് നീ വിചാരിച്ചിരണ്ട. ഇത് ചെല്ലത് ഹക്ക്. ഇതിൽ എന്തിനെ ഉണ്ട് അന്തിമ തീരുമാനം. ಬೇರೆ ഇതിൽ ആറ് ചേഞ്ച് ആക്കിയാലും ഇതിലെ ഉള്ളിൽ ഒരു പുതിയത് പാന്ത് ಸೇರ್ಪಾಟೋ ಇಲ್ಲ, ഇതിലെ ഉള്ളിൽ പർത്ത് കൊമ്പറ്റിടോ ഇല്ല. ഇതിൽ എന്തിന് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു ലക്കും അലൈക്കും ഇസ്ലാമ ദീന. അല്ലാഹു തആല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തി കൊമ്പത്തിಗೆ ദീൻ ಕಂಪ್ಲೀಟ್ ആക്കിയിട്ടായിട്. അതിൽ നിന്ന് തൗഹീദ് അതിൽ 6 പിന്നെ ചേഞ്ച് ആക്കിയിട്ട് ശിർക്കിടെ പോന്നിട്ടിട്ട് ഇത് തൗഹീദ് ചെല്ലോകില്ല. അത്ര ക്ലിയർ ഹക്ക്. എങ്ങനെ ബിസിനസ് ആക്കണോ അതേപോലെ ആക്കണം. കിയാമത്ത് നാളത്തോളം അതിൽ ചേഞ്ച് ആക്കില്ല. അല്ലാഹു തആല ഏത് ഹറാമുണ്ട് ചെന്നറ അത് കിയാമത്ത് നാളത്തോളം ഹറാമേ, അതിൽ ഹലാലാക്കില്ല. അല്ലാഹു തആല ഏതിനത് ഹലാലുണ്ട് ചെന്നറ അത് കിയാമത്ത് നാളത്തോളം ഹലാലേ, ഹറാമുടേത് ഹറാമേ. എങ്ങനെ മംഗലാവുന്നു ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലത്തെ മംഗലാവും ഞങ്ങളെ. അതിൽ ചേഞ്ചസ് ആക്കില്ല. മംഗിലത്തെ പേരിലുള്ള പുതിയ ആചാര അനാചാര വന്നിട്ടിട്ട് മുസ്ലിം സമുദായം ഇന്റെ കടത്തിൽ മുങ്ങില്ലേ. ഇന്റെ ഹയ്യസ്റ്റ് കടത്തിൽ മുങ്ങോ കാരണം മുസ്ലിം ഭയത്തിട്ടിട്ടല്ല.
ಬಾಯತಿ ತಿಂದಿಟ್ಟಲ್ಲ ಮುಸ್ಲಿಂ ಕಡ ಅಗ ಬಿಚ್ಚೆ ಬಂಗಾರ ಬಿಚ್ಚೆ ಇತರ ಲಾಖ ರೂಪಾಯಿ ಕಡಾಕಿ ಬೆಚ್ಚೆ ಬಾಯತಿಗೆ ತಿಂದಿಟ್ಟು ಪಲ್ಲಿಗೆ ಪೈಸೆ ಪಲ್ಲಿ ಕಟ್ಟೋ ಕೊಡ್ತಿತ್ತು ಮದರಸತ್ತು ಕೊಡ್ತಿತ್ತು ಮಿಸ್ಕೀನು ಕೊಡ್ತಿತ್ತಲ್ಲ ಮುಸ್ಲಿಂ ಇತರ ಪೈಸ കടകട്ടായ ഒരേ ഒരു വിഷയം മങ്ങിലത്തെ പേര് എത്ര വലിയ ഡേഞ്ചറിലെ ഒരു ജീവനല്ല നല്ലത് നിങ്ങളത് ആർ തന്നെ ഈ ധൈര്യം നമുക്ക് ആറ് ചെന്നര് ആറിന് ഈ കട വീട്ടാറ് ಇದಕ್ಕೆ ಜವಾಬು ಕೊಡ್ಕಂಡೆ ಪಡಚ ರಬ್ಬಡೊಟ್ಟಿಗೂ ಜವಾಬು ಕೊಡ್ಕಂಡೆ ನನ್ನ ತಿರ್ಸತ್ತೆ ಸಹೋದರಮ್ಮಾರೆ ഫാത്തിമ റളിയല്ലാഹുവിന്റെ കാട്ടി വലിയത ഞങ്ങളൊത്തിരി പെൺമക്ക അലി റളിയല്ലാഹുവിന്റെ കാട്ടി വലിയത ഞങ്ങളൊത്തിരി ആൺമക്കങ്ങ എന്തൊരു ഇത് ആ ചെല്ല് അന്യ കോമുടങ്ങ അതിർപ്പായിട്ടുള്ളത് നണ്ടോട്ട് ഒരു അന്യ കോമുട ഒരാൾ കേക്കിട് നിങ്ങൾ 4000 ആൾക്കും ഐസ്ക്രീം കൊടുക്കൂടേതേമാ അതിർപ്പാവിടാറാണ് 4000 ആൾക്കും നിങ്ങൾ ഐസ്ക്രീം കൊടുക്കൂടേതേമ്മ 4000 ആൾക്കും നിങ്ങൾ കോൾഡ് കൊടുക്കൂടേതേമ്മ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എത്ര വലിയ അധപതനത്തിൽ ഊന്നല്ല മുസ്ലിം സമുദായം കടത്തിൽ മുങ്ങിട്ട് എത്രമാ പാലക്കാർ മങ്ങിലാവക്ക് പേടിച്ചോണ്ടുള്ള മങ്ങിലാവക്ക് റെഡിയില്ല എത്ര ഉമ്മ ബാപ്പ രണ്ട് പെൺമക്കെന്നങ്ങ് പേടിച്ചിട്ട് കരഞ്ഞോണ്ടുള്ള എവിടെ പോയിട്ട് എത്തിയല്ലേ ഞങ്ങളുടെ അവസ്ഥ മുസ്ലിം സമുദായത്തെ ഒരു മഞ്ഞിലത്തെ ചെന്നിട്ട് ബദനാമാക്കില്ല ഞങ്ങൾ എത്ര സുലഭാക്കി പോയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കഷ്ടത്തെ പോലെ ആക്കി കാട്ടില്ല 6 ഷബാഷ് ചെന്നാരണം ಒಂದು ಅವಾರ್ಡ್ ತಂತ ಇಂಡಿಯಾ ಗವರ್ಮೆಂಟ್ ഷബാഷ് മഞ്ഞിലത്തേക്ക് മാതരി മുസ്ലിമീങ് ಅಂತಾರು ചെന്നാറ ആരും ചെന്നില്ല ബാങ്കിടങ്ങ് തേടിണ്ടേ ಬಂದು വേറെന്ത് കിട്ടില്ല ബാങ്കിടങ്ങ് തേടിണ്ടേ ಬಂದು ആകെ സീസാക്കും കേക്കോറിലോട്ട് പോയിട്ട് എന്ത് വയ്ക്കും നിങ്ങൾ ഇത് ലോൺ എടുത്തിട്ട് മൂല മഞ്ഞിലത്ത് നമ്മ ഞാൻ ഒരു കോൾഡ് ಅಂಗಡಿ പോയ ഇതെല്ലാം ആലോചനാക്കടി വിഷയം ആലോചനാക്കുന്നു ഒരു കോൾഡ് ಅಂಗಡಿ പോയ എന്നിട്ട് ചങ്ങായി കൊണ്ടോട്ട് ഞാൻ കേട്ടെ എങ്ങനെയുണ്ട് നിന്റെ ബിസിനസ് അവൻ ചെന്ന നല്ലുണ്ട് ബിസിനസ് നല്ലുണ്ട് കട പോണ്ട കൂടെ മസ്ത് കേട്ടനാണ് അപ്പോൾ അവൻ ചെന്ന കട പോണ്ടതാ കടമേ പോണ്ടേ 6 ಕೊಂಪೈಡೆ 6 ಮುಸ್ಲಿಮೇ ಕೊಂಪೊಂಡೆ അങ്ങല്ല അന്യ കോമടങ്ങല്ല ಕೊಂಪೈಡೆ മുസ്ലിമേ ಕೊಂಪೈಡೆ ഒരു ആളെ ഒരു പേര് ചെന്നോ നക്ക് ഗുർത്തുണ്ടാലെ ഒരു ബാലക്കാരുടെ നിങ്ങൾ അവന്റെ ഗുർത്തുണ്ടല്ലേ ಅವನು ಅವನ ಮಂಗಿನ ತಂದು ಕೋಲಿ ಕೊಂಪೊಯ್ಡ 1 ಲಾಖ ಚಿಲ್ಲರೆ ಕೋಲಿ ಕೊಂಪೊಯ್ಡ ಅತ್ತರ ಗೌಚರ ಮಂಗಿಲ ಅವನಿಗೂ ಮಕ್ಕ ಇತ್ತು ಅವನ ಮಕ್ಕ ಸ್ಕೂಲ್ ಬಾಯ್ ಉಂಟುಂಡು ನಂದೆ ಕೋಲ್ಡೆ ಕರುತ ಪೈಸೆ ಇಂಡಿಗೂ ಗೊತ್ತಿಲ್ಲ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ചെങ്കാവില്ലേ മുസ്ലിം സമുദായത്തിന് അള്ളാഹു വിടുവാന ഈ കടത്തിന് ആർ ജവാബ്ദാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് ಬಂದ ಸಾತಿ ಕೇಳ್ಕೊಂಡಿಂತೆ ಈ ಮಯ್ಯತ್ತರ പേരിലൊന്ന് കടയുണ്ടെന്ന് ചെല്ലർ ഞാൻ നിസ്കരിക്കില്ല ಅಂತ ഇങ്ങനെ ആക്കണ്ട എന്റെ പിരിസത്തെ ബാലക്കാരെ ആറാർക്ക് പിടിപ്പാട്ടിട്ട് ആറാരെ കട കാന്നിട്ട് എന്തൊക്കെ ഞങ്ങൾ ആറാർക്ക് തിന്നു പാട്ടും അള്ളാഹു വിടുവാന ഈ പൈസത്തെ കണക്ക് കൊടുക്കണ്ടേ ആരെ പൈസ ചെലവാക്കിരെ എന്റേതാ പൈസ ഞങ്ങൾ വിട്ടം വന്നിറങ്ങ വരുമ്പോ പോകുമ്പോ കൊമ്പുണ്ട എന്റെ കണക്കില്ല ಅದಕ್ಕೆಲ್ಲ 25 ലാഖ് 50 ലാഖ് മങ്ങിലത്തേക്ക് എത്ര ആള് ഡയാലിസിസ് ആക്കോ പൈസ ഇല്ല ട്രീറ്റ്മെന്റ് ആക്കോ പൈസ ഇല്ല മക്കളെ ഫീസ് കെട്ടോ പൈസ ഇല്ല അകക്കല്ലാണ്ട് കഷ്ടത്തിലുള്ളാറ് പള്ളി നടപ്പാട്ടോ പൈസ ഇല്ല മദ്രസ നടപ്പാട്ടോ പൈസ ഇല്ല മുസ്ലിം സമുദായത്തെ അവസ്ഥ ഇത്ര കഷ്ടത്തിൽ നിൽക്കുമ്പോ 4 പഠിച്ച റബ്ബോട്ട് 4 പഠിച്ചെന്റേതാ എന്റെ ഉത്തര മഞ്ഞിലത്തേക്ക് 50 ലാഖ് ചെലവാക്കിയുടെ റബ്ബ് 25 ലാഖ് ചെലവാക്കിയുടെ റബ്ബ് ചെന്ന് കണക്കെടുക്കുമ്പോഴത്തേക്കു പഠിച്ച റബ്ബ് വിടുവാണ് ഞങ്ങളേത് അവന്റെ പൈസ അല്ലേ ഈ കട തന്നെ ഊടെ നിങ്ങൾ തപ്പാക്കിട്ട് എടുക്കുക നാളെ ആഖിറത്തിൽ ಬಿಡುವಾರ ഞങ്ങളെ സുബർഗത്ത് കാൽ ಬೇಕೋ ಬಿಡುವಾರ മാനമര്യാദ പോലെ ഞങ്ങളേത് നല്ലല്ലോ എന്റെ പിരിസത്തെ സഹോദരന്മാരെ ಆಲೋಚನೆ ಹಾಕೊಂಡಂಗ ಇದಕ್ಕೆಲ್ಲ ಕಾರಣ ಎಂತ ಗೊತ್ತುಂಡ ഖുർആന്റെ മൂല കിട്ടി ഖുർആന്റെ അർത്ഥ പഠിക്കോ ಬಿಟ್ಟಿಲ್ಲಂಗ അങ്ങ് ഖുർആന്റെ അർത്ഥ പഠിക്കോ ಬಿಟ್ಟಿಲ್ಲ നിങ്ങൾ ഖുർആന്റെ അർത്ഥ പഠിക്കണ്ട തെരുത്തപ്പെടാറ് നിങ്ങൾ നൂതനവാദി ആവിടാറ് നിങ്ങൾ 3/4 ഗಂಟೆ ആവിടാറ് നിങ്ങൾ എന്തെല്ലാം പേര് ചെന്നിട്ട് മുസ്ലിം സമുദായത്തെ പേട് പാട്ടിട്ട് ശിർക്കും ബിദഅത്തും വലാലത്തും ഹറാമിടതും ദുന്തു വെച്ചത്തെ പെരോളും മുസ്ലിം സമുദായ പൈത്ത് അവിടെയൊക്കെ മാത്രമല്ല ಇಂದು ಮುಸ್ಲಿಮ್ಗೆ വലിയ ಟೆನ್ಷನ್ ಎಂದರೆ ಬೇಜಾರ ವಿಷಯ ಎಂದರೆ ಗೊತ್ತುಂಡ ഞങ്ങളിൽ ಒಗ್ಗಟ್ಟಿಲ್ಲ
ഞങ്ങളെ ലീഡർ ലാൻഡ് ചെല്ലണ്ട പലക്ക ആ പലക്ക ഞങ്ങളെ പോലത്തെ ബായിൽ വന്നുറവ് തീരം ആര് ചെന്ന് ഛിദ്ര ഇട്ട് പോകും ആര് ചെന്ന് ഛിദ്ര ഇട്ട് ಗುಂಪಾയിട്ട് പോകും ആರು ചെന്നില്ലല്ലേ അല്ലാഹു തആല എന്തിനു ചെന്നിരി വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു അല്ലാഹു തആല എന്തിനു ചെന്ന് ഞങ്ങളെ വിളിച്ചിട്ട് കേട്ടമ ഞങ്ങൾ പഠിച്ചറപ്പിടെ പലക കേട്ടമ മുസ്ലിമീങ്ങളെ നിങ്ങളെല്ലാവരും ഒగ్గട്ടാവും നിങ്ങൾ ಬೇರೆ ಬೇರೆ കിടല്ല നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിമാർ നിങ്ങൾ കുന്തും ഖൈറ ഉമ്മത്ത് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് തന്നറ ഞങ്ങൾക്ക് മുസ്ലിംക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിക്ക് അല്ലാഹു തആല സർട്ടിഫിക്കറ്റ് തന്നറ നിങ്ങൾ കുന്തും ഖൈറ ഉമ്മത്തിൻ നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിമാർ ഈ ദുനിയാവിൽ വെച്ചിട്ട് ടോപ്പ് ലെവലിലാണ് ഖൈറായ ഉമ്മത്ത് നിങ്ങളെ പോലത്തെ അഖ്ലാഖ് ആരെ കൊണ്ട് കിട്ടല നിങ്ങളെ പോലെ പരസ്പര സഹായാക്കൂ നിങ്ങളെ പോലെ പരസ്പര ഒగ్గട്ടാവൂ നിങ്ങളെ പോലെ പരസ്പര ഒగ్గട്ടിട്ട് ഒരു താക്കത്തുണ്ടാക്കി എടുക്കൂ നിങ്ങളെ പോലെ ഒരുത്തര മേൽ പിർസ കാട്ടും ആരെ കൊണ്ട് സാധ്യല്ല അങ്ങനത്തെ ടീമായിട്ട് നിങ്ങളെ ടീം അങ്ങനെ ആവത്ത അല്ലാഹു തആലയ്ക്ക് എന്തിരിച്ചെന്ന് വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു നിങ്ങൾ ഒന്നാവ നിങ്ങൾ ಒಗ್ಗಟ್ಟಾയിട്ട് നിങ്ങൾ ആത്മനായ സ്വതന്ത്രരെ ಗೊಂತುಂಡ ನಾನು നിങ്ങൾക്ക് ഇറക്കിയ ഖുർആൻ ഉണ്ടല്ലേ ഖുർആൻ അതിൽ നിങ്ങളെല്ലാവരും ಓದೋಣ ಅದರ ಅರ್ಥ ಪಡಿಕೊಂಡು നിങ്ങളെല്ലാവരും ಒಗ್ಗಟ್ಟಾയിട്ട് ಅದರ ಅರ್ಥ ಪಡಿಕೊಂಡು അതിൽ എന്തിരെ ചെന്നര് ഖുർആനും ഹദീസിൽ എന്തിരെ ചെന്നര് അതിലത് നിങ്ങൾ അതുപോലെ അമലെടുത്തിട്ട് ഈ ദുനിയാവിടെ നിങ്ങൾ ദാവാക്കണം അതിലേക്ക് അപ്പൊ നിങ്ങളിൽ ಒಗ್ಗಟ್ಟು ಬರೋದು ಒರೇ ತೆರು ಕಡೆ ಬೇರೆ ತೆರು ಬಿಡಿಕೋರು ಕಲಿವೇನು ಕಲಿಕೋರು ನಿಂಗ ಮುಸ್ಲಿಮರ ഖുർആനും ഹദീസുകൾ അല്ലാണ്ട് ഒగ్గട്ടാക്ക് പാട്ടൊക്കെ വേറെ ഏതിനെ കൊണ്ടിട്ടും സാധ്യമല്ല ഇത് ഇസ്ലാമിന്റെ ചലഞ്ച് ആയിട്ട് ചലഞ്ച് എത്ര പേന് പൈസ ചെലവാക്കും എന്തൊരു പേനാക്കും ഒగ్గട്ടാക്ക് പാട്ടൊക്കെ ഒരേ തെരുക്കിടെ എല്ലാവരും ഖുർആൻ ഓതും എല്ലാവരും ഹദീസ് പഠിക്കും ഖുർആനും ഹദീസ് ചെന്ന പോലെ അമലെടുക്കും എല്ലാവരും തൗഹീദിലിക്കും എല്ലാവരും തൗഹീദ് ആരും മുസ്ലിം ഷിർക്കാക്കില്ല ഇസ്ലാമിൽ ഷിർക്കിടെ നിർമൂലനാക്കോ ബന്ധങ്ങത്തെ ദീനായിട്ട് ഇക്കടി ഇസ്ലാമു ദീൻ ബിദഅത്തിന്റെ നിർമൂലനാക്കോ ബന്ധങ്ങത്തെ സുന്നത്തായിട്ട് ഇക്കടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് മാതരി അത് എല്ലാം ಬಿಡೋಣ ഈ ഷിർക്ക് ഈ ബിദഅത്ത് ഈ ഹറാമു എല്ലാം ಬಿಟ್ಟಿಟ್ಟು എല്ലാവരും ജുമാഅത്തിന്റെ അങ്ങനെ പള്ളി ഫുള്ളാവൂ അതേപോലെ സുബൈ നിസ്കാരത്തിനും ഞങ്ങളെ പള്ളി ഫുള്ളാവും എന്തൊക്കെ അണ്ട് എല്ലാവരും ഞങ്ങൾ ഔത്തുന്നുണ്ടാവും ഫജ്ർക്ക് ഞങ്ങൾ എല്ലാവരും ഔത്തുന്നുണ്ടാവും അണ്ട് ജുമാഅത്തെ പോലെ ഞങ്ങളെ പള്ളി ഫുള്ളാവും അപ്പൊ ഞങ്ങളിൽ ഒగ్గട്ട് പണി താക്കത്ത് പണി ഇത് ഞങ്ങൾ ആക്കില്ല ഖുർആൻ ചെന്ന പോലെ ഞങ്ങൾ കേട്ടില്ല ഖുർആന്റെ അർത്ഥം പഠിച്ചില്ല പേടിപാട്ടി വെച്ചിട്ട് ഞങ്ങളെ ഉള്ളൂർ നടുവിൽ കോന്നിട്ട് ഖുർആൻ ഹദീസ് പഠിക്കണങ്ങനത്തെ ഞങ്ങളെ നടുവിൽ കോന്നിട്ട് വേണ്ടാത്തത് ശിർക്കും ബിദഅത്തും ചില കിതാബെല്ലാം കോൺ തന്നാർ ഹിന്ദു മുസ്ലിം സമുദായം ഏതൊരു പേരോട് നിങ്ങൾ നോക്കിക്കൊണ്ടുള്ളാർ ഓരോ പ്രോഗ്രാമുടെ ഖുർആനും ഹദീസിലെ വാള അവിടെ നടക്കടേ നിങ്ങൾ നോക്കിക്കൊണ്ടുള്ളാർ യൂട്യൂബിലും കണ്ടുകൊണ്ടുള്ളാർ അങ്ങനെ ഓരോരോ പ്രോഗ്രാമും ഖുർആൻ ഹദീസിലെ വിഷയം ഓതിട്ട വാള അവിടെ അല്ല വേറെ അങ്ങ് റെഡിയാക്കി അങ്ങനത്തെ വിഷയമൊക്കെ വന്നിട്ട് മുസ്ലിം സമുദായത്തിന് വലാലത്തിന് വലിച്ചം പോയിട്ട് ഇതിരത്തൊക്കെ കൊണ്ടുപോയിട്ട് മൂലകിടപ്പാക്കിയാണ് അതിലേക്ക് ഞങ്ങൾ ഈ അവസ്ഥക്ക് വന്ന് എത്തിയത് അങ്ങനെ തീരാ അല്ലാഹു തആല എച്ചരിക്ക തന്നിട്ടുള്ള ഞങ്ങൾക്ക് സൂറ ജുമാഅത്തിൽ എച്ചരിക്ക തന്നിട്ടുള്ള ഒരു ഉദാഹരണം തന്നിട്ടുള്ള പഠിച്ചതായ റബ്ബ് നിലപ്പിച്ചല്ലോ തൗറാത്ത് കിട്ടിയ അങ്ങനത്തെ അഹ്ലെ കിതാബിടങ്ങ തൗറാത്ത് കിട്ടിയങ്ങ അങ്ങക്ക് അല്ലാഹു തആല ഞങ്ങൾക്ക് മാത്രം ഖുർആൻ ഇറക്കിയിട്ടല്ല അങ്ങക്കും അല്ലാഹു തആല കിതാബ് എടുത്ത് ഇറക്കില്ല തൗറാത്തിനെ കൊടുത്തുക അങ്ങ് എന്താക്കിയാൽ മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ പഠിച്ചതായ റബ്ബ് ചൊല്ലേ മുസ്ലിമീങ്ങളെ മനുഷ്യന്മാരെ ನಾನು അല്ലാഹു ഉദാഹരണം കൊടുക്കടേ ആർക്ക് ನಾನು തൗറാത്തിനെ കൊടുത്തേ ആ തൗറാത്ത് കിട്ടിയങ്ങനത്തെ ആ കൗമുടങ്ങ അങ്ങനെ ಅಂಬಿಯಾ ಮುರ್ಸಲೀಂಗ ಕಾನಂಗಂತ ಆ ತೌರಾತಿರದಂಗ ಓದಿಲ್ಲ
അതിനെ പഠിച്ചില്ല, അതിനർത്ഥം മനസ്സിലാക്കില്ല. അങ്ങനെ പുരോഹിതന്മാർ എന്തിനെ ചെന്നാറ് അത് മാത്രം ദീനിൽ ചെന്നിട്ട് അങ്ങ് പോയാർ, അത് മാത്രം തൗഹീദ്, അത് മാത്രം സുബർഗത്തി എത്തുപാട്ടിയത് അങ്ങ് ചെന്നത് അങ്ങ് ദീനിട്ട് വിചാരിച്ചാറ്. ഇതിനതങ്ങ് പഠിച്ചതേ ഇല്ല, തൗറാത്തിനെ പഠിച്ചതേ ഇല്ല. അതിക്കൊരു ഉദാഹരണം കൊടുത്ത അള്ളാഹു താല കത്തര മേലില് തൗറാത്തിനെ വെച്ചേണ്ടായെങ്കിൽ ആ കത്തക്ക് കൊന്താവിട എന്റെ മുതിര മേലിന്നത് തൗറാത്ത്. അത് എന്തൊരു ചെല്ല്, എന്തൊരു ഹുക്കുമാക്കിട്, എന്തൊരു ആക്കോണ്, എന്തൊരു ആക്കോ തീരാ ചെന്നിട്ട് ആ കത്തക്ക് കൊന്താവില്ലല്ലേ? അതേ അവസ്ഥയായിട്ട് അങ്ങനെ അവസ്ഥ എന്തിനായിട്ട് തൗറാത്ത് കിട്ടിയിട്ടും കത്തര മേലിൽ കൊമ്പായിട്ട് വെച്ച പോലെ ആയിട്ട് ആ തൗറാത്ത് പഠിച്ചിട്ട് നല്ല ആവണം നമ്മളെടുത്തിട്ട് അതിനെ ദാവാക്കണായ ആൾമാറങ്ങ അതാക്കില്ല, കത്തക്ക് സമാനാക്കി വിട്ട പഠിച്ചതായ ഇന്ന് ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ഇല്ല. സെയിം ടു സെയിം ഉണ്ടായില്ല, സെയിം ടു സെയിം. രണ്ട് മുസ്ലിം ഖുർആൻ ಓದೋಕೆ ಬೇಡಿಕಿಡಾರು, ಓದಿಲ್ಲ ಅಂತಲ್ಲ, ಆದ್ರೆ ಓರ್ ಅರ್ಥ ಪಡಿಕೋಕೆ ಬೇಡಿಕಿಡಾರು. ಮುತ್ತಿಟ್ಟು ಎവിടെ ಬೇಕಿಡಾರು, ಮೇಲ್ ಕೊಂಪೈಟ್ ಬೇಕಿಡಾರು, ಮೇಲ್ ಕೊಂಪೈಟ್. അങ്ങ് ഗൊന്തില്ല ഖുർആൻ എന്തിനെ പിടിച്ചു ചെല്ലു, എന്തിനങ്ങനെ പിടിച്ചു ചെന്നിട്ട് അങ്ങ് ഖുർആൻ ഗൊന്തില്ല. ഖുർആൻ ചെല്ലിയ വിഷയം അങ്ങ് ഗൊന്തേ ഇല്ല. എത്ര വർഷം കൗത്തിൽ വെച്ചിട്ട് ഓതവിടെ ഞങ്ങൾ ഒള്ളു ಹಾಕಿಡ അവിടെ ഉണ്ടല്ലേ, അവിടെ മാഷാഅല്ലാഹ് നല്ല നല്ല ആയത്തുകൾ എഴുതിയിട്ട് അർത്ഥ സമയത്ത് എഴുതി വെച്ചിട്ട് തെല്ല് ബന്ധപ്പെട്ടെന്ന് ഒഴിവാക്കുക കണ്ടാറല്ലേ. ആ ആയത്തിൽ ഇതൊന്ന് ഉൾപ്പാട്ടി നോക്കൂ. അള്ളാഹു താല അന്യ കോമിടുന്നുള്ള വിളിച്ച് കേൾക്കരുത്, നിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് കേൾക്കരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സൂറ അൽ ഹശ്റിൽ അള്ളാഹു താല നിന്റെ കുഞ്ഞുങ്ങളെ വിളിച്ച് കേൾക്കരുത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഒരു നാൾ മരിക്കൊണ്ടു, നിങ്ങളുടെ ശാശ്വതല്ല ഈ ഔത്ത്, നിങ്ങളെ ഈ ദുനിയാവിടെ അത് നിങ്ങൾ ശാശ്വതല്ല, നിങ്ങളെ ഗാഡി ശാശ്വതല്ല, നിങ്ങളെ ബിസിനസ് ശാശ്വതല്ല, നിങ്ങളെ പെഞ്ഞെ മക്ക നിങ്ങൾക്ക് ശാശ്വതല്ല, ഒന്നും ശാശ്വതല്ല. നിങ്ങൾക്ക് ഒരു നാൾ മരിച്ചിട്ട് നിങ്ങൾക്ക് പോകുന്നു. ആ മരിച്ചിട്ട് പോകുമ്പോൾ പിടിച്ചും പോകും എന്തിനെ നിങ്ങൾ റെഡിയാക്കി വെച്ചതാണ്. നിങ്ങൾ ആലോചന ആക്കിടാറാ അള്ളാഹ് കേൾക്കരുത്. നിങ്ങൾ ആലോചന ആക്കിടാറ എന്തിനെ നിങ്ങൾ റെഡിയാക്കി വെച്ചതാണ്. സഹാബാക്കന്മാരത് നിങ്ങളത് എടുത്തിട്ട് ഒരേപോലെ നോക്കൂ. അങ്ങനെ പോലത്തെ തൗഹീദ് നിങ്ങളോട്ട് കൊണ്ടാ, അങ്ങനെ നിസ്കരിച്ച പോലത്തെ നിസ്കാര ജമാഅത്തായിട്ട് നിസ്കരിച്ച നിസ്കാരം നിങ്ങളേക്കുണ്ട. എത്ര വർഷമായിട്ട് നമുക്ക് 50 ವರ್ಷ 60 ವರ್ಷ 70 ವರ್ಷ അല്ലേ? എണ്ടുത്തോളം തൗഹീദ് മനസ്സിലാക്കുക ആവാത്ത എത്ര മുസ്ലിമുള്ള എണ്ടുകും വിദാത്തിരെ പോണ്ടെങ്ക വിദാത്തിരെ പേരുകൾ പോണ്ടെങ്ക എത്ര ഉള്ള എണ്ടു നിസ്കാര ജമാഅത്ത് തപ്പാട്ടെങ്ക എത്ര ഉള്ള. അല്ലാഹു തആല കേൾക്കരുത്. ನೀನು ಎಂದರೆ ಹಾಕಿ ಬೆಚ್ಚರ ನಿಕ್ಕೈಟ್, ನೀನು ಆಲೋಚನೆ ಹಾಕಿರೆ ಅಂತ ಅಲ್ಲಾಹು ತಾಲ ಕೇಳ್ಕಡಿದ್. ಅಪ್ಪ ഖുർആന്റെ ഞങ്ങൾ ഓതുന്നുണ്ട് പ്രശസ്ത സഹോദരന്മാരെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു. ഇന്ന് മുസ്ലിമുടെ ഒത്തുള്ള എല്ലാ റൗത്തും ഖുർആനുണ്ട്, പള്ളിയിലുണ്ട് ഖുർആൻ. ആയെങ്ക ആ ഖുർആൻ എന്തിന് വിളിച്ച് ചെന്നിട്ട് അങ്ങക്ക് ബന്ധയില്ല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. ഖുർആൻ പള്ളിയിലെ ഖുർആൻ വിളിച്ച് ചെന്നിട്ടുണ്ട്. ഈ പള്ളി അള്ളാന്റെ, ഇത് മുഹദ്ദിസ് ശേഖയുടെ പള്ളിയല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയല്ല, ഇത് അമ്പിയാക്കന്മാർ ഔലിയാക്കന്മാരുടെ പള്ളിയല്ല, അള്ളാന്റെ പള്ളി. ഈ പള്ളിയില് അള്ളാന്റെ മാത്രം വിളിച്ച് ദൂരക്കൊണ്ടുണ്ട്. ആ ഖുർആൻ ചെന്നിട്ടുണ്ട്, ഒന്നേ ഇല്ല, അതിനർത്ഥ പഠിച്ചിട്ടേ ഇല്ല, അതിനെ പറ കാത് കൊടുത്തിട്ടേ ഇല്ല, അതിനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല. മനസ്സിലാക്കിയെങ്കിൽ പള്ളിയിൽ ലൈറ്റ് ബന്ധാക്കിയിട്ട് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വിളിക്കത്താറ ശിർക്കല്ല്. പള്ളിയിൽ മൗലൂദ് ഓതത്താറ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ബദരീങ്ങളാണ്ട് ആക്കലാന്ത്. ಇದಕ್ಕೆಲ್ಲ ಕಾರಣ ഖുർആന്റെ ഒരു ആയത്തിന്റെ അർത്ഥ പഠിച്ചില്ല, അത് ചെല്ലത് കേട്ടില്ല. ನಂಗೆ ಚೆಲ್ಲದು ಕೇಟಿಲ್ಲ. ನನ್ನ ಪ್ರಸ್ತುತ ಸಹೋದರಮ್ಮಾರ ನನ್ನ ಕ್ಲಾಸ್ ನಾನು ಇಂಪಾರ್ಟೆಂಟ್ ಬಂದೆ ಆಲೋಚನೆ ಹಾಕೋದು. ನಾಳೆಂದರೆ ಜವಾಬು ಕೊಡ್ಕೊಡೆ പഠിച്ചതായപ്പോൾ നമുക്കൊരു മൗത്തുണ്ടല്ലേ. ഈ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഈ ഖുർആൻ ഓതിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ശിർക്കും ബിദാത്തിന്റെ പേരുകൾ പോണ്ടെങ്കിൽ നാളെ അള്ളാഹിന്റെ ഒട്ടുക്ക് ನಂಗೆ എന്തൊരു ജവാബ് കൊടുക്കൂടെ. എങ്ങനത്തെ കാടുകുട്ടലിന്റെ ആൾമാർക്ക് തൗഹീദ് മനസ്സിലായിട്ട് ഖുർആന്റെ ഓരോരോ ആയത്തോടെ എത്തിയിട്ട് ನಾನೇ അതിർപ്പോടെ ನಾ ಚೆಲೆ ರಾಯ್ತು ಕೊಂಬುತ್ತುಂಡಲ್ಲೇ ಅಪರ ಘಟತ ಪರಲ್ಲುಂಡಲ್ಲೇ ಅವಳು ಎಲ್ಲ ಚೆಲೆ ಯಾರ ಮ್ಯಾಕ್ಸಿಮಮ್ ಶಿರ್ಕೆ ಇಕ್ಕಡೆ
ആയിങ്ക ഒന്നു ചണ്ടഞ്ഞ മൂല മൂലല് ചില തൗഹീദിലെ ആൾമാരെ നോക്കുമ്പോൾ നക്ക അതിർപ്പാവും. യാ സുബ്ഹാനല്ലാഹ്, തൗഹീദിലെ വെളിച്ച ഈ അവസരങ്ങൾക്ക് എങ്ങനെ എത്തിയത്, എങ്ങനെ എത്തിയത്? ಅದಕ್ಕೆ ಅತ್ತರ ಪವರ್ ಉಂಟು ಆ ಕುರಾನ್, ಅತ್ತರ ಪವರ್ ಉಂಟು. ಏ ಕಾಡುಗುಡ್ಡಲ್ಲಿ ಬೇನೆಗೆ ಕಟ್ಟಿ, ಏ ಹಳ್ಳಿ ಪ್ರದೇಶದಲ್ಲಿ ಬೇನೆಗೆ ಕಟ್ಟಿ ಹೊರ್ತ ಕುರಾನ್ന്റെ ആയത്തിന് അർത്ഥ ഒരിക്കൽ കാതു കൊടുത്ത് കേട്ടന, അതിനെ മനസ്സിലാക്കണ, അവന് തൗഹീദ് അംഗീകരിക്കണം, അവന് ശിർക്കിനെ നിപ്പാറ്റണം. അവന് ആർക്കും പേടിക്കില്ല, പിന്നെ ആർക്കും പേടിക്കില്ല. പടച്ച റബ്ബുക്ക് മാത്രമേ പേടിക്കില്ല, പടച്ച റബ്ബുടെ മേലിൽ മാത്രം തവക്കുലാക്കിയിട്ട് ജീവിക്കില്ല. അത്ര പവർഫുൾ കിതാബായിട്ട് ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു തആല ചൊല്ലെ, നിങ്ങൾ ഓതിയ ഖുർആൻ ഉണ്ടല്ലേ, ഇതിനത് മാത്ത് നങ്ങ ഒരു പർവ്വതത്തെ മേൽ മാത്ത് ഇറക്കി കൊടുത്തിരേണ്ടായിടെങ്കിൽ, ഇതിലിന്റെ വിഷയ പർവ്വതത്വത്തിന് മാത്ത് കൊണ്ടാട്ട് മാറ്റി കൊടുത്തിരേണ്ടായിടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന അദാബ്, നിങ്ങൾക്ക് കിട്ടിയ അദാബിന്റെ വിഷയ നിങ്ങളുടെ പരലോകത്തെ വിഷയ പർവ്വതത്വത്തിന് മാത്ത് കൊണ്ടായിട്ടായെങ്കിൽ ആ പാതകളുണ്ടല്ലേ, പർവ്വതത്തിലെ പാതകൾ അള്ളാഹുക്ക് പേടിച്ചിട്ട് ഗഡ 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 ബിറന്നിട്ട് പൊടിപ്പൊടിയായിട്ട് ധൂളായിട്ട് പാത്ത് ഒർക്ക ഓതറത് ഒർക്ക ലൈഫിൽ ഒർക്കാങ്കത്തിലൊന്ന് അർത്ഥപ്പെടുപ്പാട്ടി ഓതോർ എൻ്റെ പിരിസത്തെ സഹോദര സഹോദരിമാരെ. ഞങ്ങൾ തൗഹീദ് മനസ്സിലാക്കിയത് എങ്ങനെ മനസ്സിലാക്കിയത്? ഇപ്പൊ എന്റെ വിഷയമേ നാദ്യം വെച്ചില്ല, ബാക്കി സഹോദരന്മാരെ ഇപ്പം ഈ കാലത്തിൽ മാഷാ അള്ളാഹ് തൗഹീദിന് മസ്ത് പല്ലിയായിട്ട് മസ്താൾ തൗഹീദ് അംഗീകരിച്ചാൽ ആറ് ചേഞ്ച് ആക്കി. അങ്ങനെ ഒരു പള്ളിയുടെ ഒരു കുത്തുബ, അല്ലെ ഒരു ക്ലാസ്സിൽ ഒരു ഖുർആന്റെ ഒരു ആയത്ത്, അതെല്ലാം ഞങ്ങളെ ഹൃദയത്തെ കിട്ടടിച്ച് കോൺക്രീറ്റ് ഇട്ട് വെച്ച പോലെ ഞങ്ങളെ ഹൃദയ ശിർക്കും ബിദഅത്തും അങ്ങനെ ഞങ്ങളെ ഹൃദയത്തിൽ കോൺക്രീറ്റ് ഇട്ട് വെച്ച പോലെ ഹക്ക് ചെല്ലുന്നതാണ്. അതിന് പൊട്ടുപാട്ടൊക്കെ ആർ ചെന്നും കേട്ടോ ഇന്നില്ല. ഞങ്ങൾ ഖുർആന്റെ ഒരു ആയത്തുണ്ടല്ലേ, ഞങ്ങളെ കോൺക്രീറ്റ് ഇട്ട് വെച്ച ശിർക്കും ബിദഅത്തിനത് കോൺക്രീറ്റ് പൊടിപ്പൊടിയാക്കിട്ട് വെച്ചിട്ട് തൗഹീദിനെ വെളിച്ചത്തെ ഈ പാട്ടിന് ഈ ഖുർആൻ പല്ലിൽ നിന്നിട്ട് നാ ചെല്ലും. പവർഫുൾ കിതാബ് അതിന് ഓതാണ്ട് ചിരണ്ട നിലപ്പിച്ചുള്ള നാൻ വസിയത്താക്കണം. പവർഫുൾ കിതാബ് അത്, അത്ര താക്കത്തുണ്ട്. അത് നിങ്ങളൊന്ന് വെളുപ്പാട്ടി ഓതോർണിക്കും. അങ്ങനെ ഹൃദയത്തിൽ ശിർക്കും ബിദഅത്തും ഹറാമുടി എന്തിനുണ്ടോ അതിനെ പൊട്ടുപാട്ടിട്ട് വലിച്ചെടുത്തത്. അത്ര പവറുണ്ട് അത്. സുബ്ഹാനല്ലാഹ്, അതിനെ മൂലിൽ ഇട്ടണ്ട, അതിനെ കെയർലെസ് ആക്കണ്ട. ആ ഖുർആൻ ഔത്തിൽ വെച്ചിട്ട് ശിർക്കാക്കും ബിദഅത്താക്കും കളവ് ചെല്ലകും ഡോങ്കിയാക്കും ഹറാമുടെ നോക്കും ഹറാമുടെ ചിന്നകും ഈ നമ്മളിൽ മഞ്ഞിത്തിന് ചെലവാക്കും ആറാർക്ക് പിടിപ്പാട്ടുക എങ്ങനെ മനസ്സ് കണ്ട് എൻ്റെ പിടിച്ചത്തെ സഹോദരന്മാരെ. ഇതെല്ലാം കാരണം നിങ്ങൾ ഖുർആന്റെ മനസ്സിലാക്കിയില്ല, തദബ്ബുറാക്കിയില്ല, അർത്ഥ പഠിച്ചില്ല. നിങ്ങൾ അതിലേക്ക് നിങ്ങൾ ഈ അവസ്ഥയ്ക്ക് എത്തിയത്. എത്ര നാൾ നിങ്ങൾ ഇന്ന് ചെയ്യിക്കുക, എത്ര നാൾ ഇന്നങ്ങ് ചെയ്യിക്കുക, ഇത്രത്തോളം ചെയ്യിച്ചെത്ര നാൾ ഇന്നങ്ങ് ചെയ്യിക്കുവാമാ ഇല്ല. എൻ്റെ പിടിച്ചത്തെ സഹോദരന്മാരെ, ഇത്ര നാൾ ചെയ്യിക്കിടയ്ക്ക് ഇത്ര നാൾ തീച്ചല്ല, ഇന്ന് അത്ര നാൾ ചെയ്യിക്കിടെ ഗ്യാരണ്ടി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തന്നു. ನೆನಪೆಚ್ಚಿಗ 60 ವರ್ಷ ತಪ್ಪಿಯಂಗಿಲ್ವು ನಿಕ್ಕ ಚೈಕೋ ಇಕ್ಕಡೆ ಕೂಡ ಅದ್ರಂಟಿ ಯಾರು ಕಿಟ್ಟಿತ್ತಿ ಮಾಷಾ ಅಲ್ಲ. ಅದು ಪಿನ್ನത്തെ ವಿಷಯ. ಎತ್ತರ ವರ್ಷ ಇತ್ತು ನಂಗೆ ಚೇಚಿ ನಂಗೆ ನಮಗೆ ಬಿತ್ತಾರೆ 40 ವರ್ಷ 60 ವರ್ಷ 70 ವರ್ಷ ಇತ್ತಲ್ಲ. ಇನ್ನು 10 ವರ್ಷ ಚೈಕಡೆ ಗ್ಯಾರಂಟಿ ಇಲ್ಲ. ಮುಹಮ್ಮದ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೆಂದ ಫಲಕ ಹಕ್ಕಾಕಿ 60 80 ಉಂಡು. ಓದಿದವ್ರು ಆಯ್ತು ಓದೋರ್ಲ ಕುಲ್ಲು ನಫ್ಸಿನ್ ದಾಯಿಕತುಲ್ ಮೌತ್ ಎಪ್ಪುಲ್ ನೆನಪಾಕೊಂಡು ಅಕ್ಸಿರು ದಿಕ್ರ ಹಾದಿಮಿಲ್ ಲದ್ದಾತ್ ಅಲ್ ಮೌತ್. ಅಲ್ಲಾಹು ತಾಲ ಚೆಲ್ಲೆ ಪ್ರತಿ ಒಂದು ಜೀಯತ್ತಿಗೆ ಪ್ರತಿ ಒಂದು ಜೀವಿಗೆ ಮೌತ್ರ ಟೇಸ್ಟ್ ಅನುಭವಿಕೊಂಡು നിങ്ങൾ മരിക്കിടങ്ങ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് നിങ്ങൾ യാറ നിങ്ങളെ മൗത്ര ನೆನಪಾಕೊಂಡು ഈ പള്ളിക്ക് വന്നാറുണ്ടായെങ്കിൽ വന്നപ്പോ ഈ ആയത്തിനെ ഓദിട്ട് പോകണം. നാം മരിക്കണം, നാം മരിക്കുക ഹയാത്തിക്കിടെ. ചിലപ്പോ നാളെ ഈ പള്ളി പറവ് കിട്ടല, പണ്ട് നോമ്പും നാ ഓടിക്കല. ഞങ്ങൾ മരിക്കിടങ്ങ. മരിപ്പു ചെന്നെങ്കിൽ അത്ര സുലഭന്തും ഇല്ല. ഭയാനകമായ നൊമ്പലുണ്ട്, ഭയാനകമായ നൊമ്പലാണ്. ഇന്നലിൽ മൗത്തി സക്കറാത്ത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി
അള്ളാഹു പഠിച്ച പടക്കുൽ വെച്ചിട്ട് ഏറ്റവും പോരിശാക്കപ്പെട്ട് ആളായിട്ടില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ റൂഹ് പോകുമ്പത്തുಗೂ ತಡೆಚ್ಚಲು ಸಾಧ್ಯ ಇಲ್ಲದ ನಂಬಲ, ತಡೆಚ್ಚಲಕ್ಕೂ ಸಾಧ್ಯ ಇಲ್ಲದ ನಂಬಲ. ಇನ್ನಲಿಲ್ ಮೌತಿ ಸಕರಾತ್. ആയിഷ ഭയാനകമായ നൊമ്പലുണ്ട്. ആയിഷ മൗത്തുക്ക് മസ്ത് നൊമ്പലുണ്ട്. സഹോദരന്മാരെ ആലോചന ആക്കിയ മനങ്ങ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര നൊമ്പലായിട്ടെങ്കിൽ അക്കുന്നിങ്ങ എത്ര നൊമ്പലാവും. അല്ലാഹു തആല ഞങ്ങളെ സലാമത്താക്കട്ടെ. ആ നൊമ്പല തടച്ചൊല്ലങ്ങനത്തെ താക്കത്തിലെ റബ്ബ് തരട്ടെ. മൗത്തിര നൊമ്പലും കഷ്ടമേ, മൗത്തുൽ പിന്നത്തെ കബറിന്റെ ഉള്ളിലെ ജീവനും കഷ്ടമേ, ആ കബറിന്റെ അദാബും കഷ്ടമേ. അതിൽ പിന്നെ അള്ളാഹിന്റെ മുറ്റത്ത് അവിടെ അള്ളാഹിന്റെ കോർട്ടുക ഹാജരായിട്ട് അവിടെ നടക്കുന്ന ഹിസാബും അതും കഷ്ടമേ. ആ നരകത്തെ അദാബും ഭയാനകമായ അദാബും അതും കഷ്ടമേ. മഹ്ശറുടെ മൈതാനിൽ നിന്ന് ആ വെച്ച അതും കഷ്ടമേ. ആ കഷ്ടത്തെ തൊട്ട് സലാമത്താക്കുകയായിട്ട് അള്ളാഹു താല ഈ ഖുർആൻ നമ്മൾ ഇറക്കി തന്നരത്. ആ കഷ്ടത്തെ തൊട്ട് ദൂരത്താക്കി ഞങ്ങളത് ശാന്തിയും സമാധാന നെമ്മതിലും ഇസ്സത്തിലും ആരോഗ്യം ആഫിയത്തും ഐഷാറാമുലും ജീവിക്കിടവർ ജീവന തരവായിട്ടിക്കിട അള്ളാഹു താല ഖുർആന്റെ ഇറക്കിട്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീ മരിക്കൊടുത്തോളം ഇതിൽ ഓജൊട്ടിക്കൊണ്ട് ഇത് ചെന്ന പോലെ നീ ജീവിച്ചൊട്ടിക്കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിച്ച് കാട്ടിട്, എങ്ങനെ അമലെടുത്ത് കാട്ടിട്, അതുപോലെ നീ ആക്കിട്ടിക്കൊണ്ട് അള്ളാഹു താല ഹുക്കുമാക്കിട. അത് നാം നിങ്ങൾ ആക്കിട്ടേ. കബറിൽ കേൾക്കിടെ 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, ಅದಕ್ಕೆ ಆನ್ಸರ್ ಎവിടെ ಗಿಟ್ಟರೆ ಅಂತ ನೀವು ಅದಕ್ಕೆ ಆನ್ಸರ್ കൊടുക്കണല്ലേ. ಅದಕ್ಕೆ ಆನ್ಸರ್ മൗലൂദ് കിതാബിലില്ല, കുതുബിയത്തിലില്ല, ദർഗത്തിലില്ല, ഹൽക്കാ ദിക്ർ, നാരിയ സലാത്ത്, ബുർദ മജ്ലിസിലില്ല. ಅದಕ್ಕೆ ಆನ್ಸರ್ ಎവിടെ ಕಡೆ ಗೊತ್ತುಂಡ? ഖുർആനിലും ഹദീസിലും മാത്രം. അത് ഓതിട്ട് ಅದಕ್ಕೆ ಆನ್ಸರ್ എന്തിനു ചെന്നിട്ട് ഇപ്പമേ റെഡിയാക്കിട്ട് വെക്കും. 4-3 ക്വസ്റ്റ്യൻക്ക് അവിടെ ആൻസർ കൊടുത്തില്ല എങ്കിൽ വലിയ വലിയ പാമ്പ് വന്നിട്ട് കടിക്കിടുന്ന അങ്ങനെ അടിക്കിടാറ് മലായിക്കത്തിന്. ഭയാനകമായ അടി. അള്ളാഹു കാത്തു സലാമത്താക്കട്ടെ. അങ്ങനെ കബൂറത് അള്ളാഹു താല വിശാലമാക്കട്ടെ. ഇങ്ങനെ നോക്കിയിട്ടുള്ളാറല്ല കബൂറിലിക്കിട അവിടെ മയ്യത്തിന് നടുക്കൂ. മയ്യത്ത് പിടിച്ചം പോകുമ്പത്തു 4-5 തട്ട പിടിച്ചോമ്പറ ചെല്ലാറ്. നിങ്ങൾ നോക്കിടാറില്ല, 4-5 തട്ട പിടിച്ചോള്ളാണ്. എന്തൊക്കെ മയ്യത്ത് ഇരിക്കുമ്പത്തുക്കൂ തലയിൽ ഒരു ജണ്ടാൽ പിടിക്കിടാറ്, കാലിന്റെ അവിടെ ജണ്ടാൽ പിടിക്കിടാറ്. നടുടോട് പിടിക്കുകയില്ല. എന്തേ? ആ കബൂർ സപ്പുറ. ഞങ്ങളെ ഒത്തിരി കട്ടിൽ 4 ഫീറ്റ് ആക്കലുണ്ട്, 6 ഫീറ്റ് ആക്കലുണ്ട്. കബൂർ അത്ര ആക്കലില്ല. ഞങ്ങളെ മയ്യത്തിന് അപ്പുറത്തിൽ പിടിച്ചിട്ടിരിക്കുകയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ മയ്യത്ത് കൊണ്ടല്ലേ നടുക്കു തട്ട ഇട്ടിട്ട് ആ തട്ടത്തിൽ ഇങ്ങനെ കീലിരിക്കരുത്. വലിച്ചിട്ട് തട്ടത്തിൽ പിന്നെ ഒന്ന് വലിച്ചെടുക്കിടാറ്, ഇല്ലെങ്കിൽ അവിടെ മൂടി വിട്ടാറ്. അങ്ങനത്തെ ഒരു മൗത്ത്, അങ്ങനത്തെ ഒരു യാത്ര നിങ്ങൾ കൊണ്ട്. അവിടെ ലൈറ്റ് ഇല്ല, അവിടെ തന്നില്ല, അവിടെ ബെഡില്ല, അവിടെ ഫാനില്ല, അവിടെ പിച്ചിക്കേക്കിടെ കത്തില്ല. മൗത്തിനെ ನೆನಪಾಕೊಂಡಂಗ ಮರಿಕಿಡಂಗ ನಂಗೆ ನೆಲ್ಲ ಅವನು ರಮದಾನ್ ತಿಂಗಳು ಬಂದರು ഞങ്ങളൊക്കെ ഞങ്ങൾ നെല്ലാക്കിട്ടെടുക്കണം. എല്ലാ നമ്മുടെ ಬೆಡಕತ್ತರ ಬಿಡೋಣ. ಇನ್ಯಾಂಗೂ 5 ಭಕ್ತರ ನಿಸ್ಕಾರ ഒരു വിഷയം ನೆನಪಿಚ್ಚಲು ಎಂಗಣು ನಿಸ್ಕಾರ ಕಡ್ಡಾಯದು. ഞങ്ങൾ നിസ്കാര മാത്രം നിസ്കരിക്കില്ല. ജമാഅത്ത് തപ്പാട്ടമ ഒന്നാ മുനാഫിക്ക് ഇല്ലെങ്കിൽ കുഫർക്ക് പോയിട്ട് അത്ര ഇക്കടി ജന്റെ റിസൾട്ട് വേറെ റിസൾട്ട് ഇല്ല. എങ്ങനെ നിസ്കരിക്കണം കഡ്ഡായമേ. ഇസ്ലാം ദീനിൽ നിൽക്കണുണ്ടായെങ്കിൽ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് മെമ്പർഷിപ്പ് കിട്ടാനുണ്ടായെങ്കിൽ 5 ഭക്തർ നിസ്കാര പള്ളി വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കണേ. ജമാഅത്ത് തപ്പിട ഒന്നാ നിഫാഖിക്ക് പോയിട്ട് എത്തിരി. നിസ്കാരമേ ഇല്ലേ കുഫർക്ക് പോയിട്ട് എത്തിരി. ജന്റെ റിസൾട്ട്. അപ്പാ നിസ്കാരം ഇന്ത്യയിൽ ഭിന്നായെങ്കിലും 5 ഭക്തർ നിസ്കാര പള്ളി വന്നിട്ട് ഞങ്ങൾ നിസ്കരിക്കുക. ഇന്ത്യയിൽ ഭിന്ന നല്ല വന്നങ്ങ മൗത്തുണ്ടല്ലേ. നിങ്ങൾ നോക്കൂ, ഞാൻ ഇപ്പാട്ടെ ഒരേ പോയിന്റ് ചെന്ന് ഇപ്പാട്ടെ ഞങ്ങൾ മർച്ചെങ്കുണ്ടല്ലേ. ഞങ്ങൾ ഔത്തരങ്ങ മസ്ത് കരയിടാറ്. അത് ಬಂಡೆ ಕರಚಲ್ ಬಂಡೆ. പെഞ്ഞി മക്കവും ഉമ്മ ബാപ്പവും എല്ലാവരും കരയിടാറ്. മാത്രമാ അങ്ങനെ സമാധാന ആക്കുക ആളുണ്ട് അവിടെ. അത്ര മാത്രമല്ല, അവിടെ അങ്ങനെ ഉണ്ടല്ലേ 10 നാൾ 15 നാൾ തിങ്കൾ കട്ടിൽ അങ്ങൊക്കെ കാവലും അങ്ങൊക്കെ ധൈര്യത്തും മകളെ സമാധാനം ചെല്ലൊരു ആളുണ്ട്. മറിച്ചിട്ട് പറഞ്ഞ ബാപ്പയുടെ മുട്ട വന്നിട്ട് സമാധാനം ചെല്ലുക ഒരു മനുഷ്യല്ല. ബാപ്പ നിങ്ങൾ ഇത്രത്തോളം നിസ്കരിച്ചിട്ടില്ല, നിങ്ങൾ പള്ളി പോയിട്ടില്ല, നിങ്ങൾ ഖുർആൻ ഓതിട്ടില്ല, ബാപ്പ ഖുർആന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മഞ്ഞിലത്തെ കാട്ടിയ കട അവിടെ ബാക്കിയുണ്ടോ? ബാപ്പ
நீங்க இத்தனை ஆளுக்கு பிடிப்பாட்டினாரு இந்த எல்லாம் நீங்க ஆக்கினார் பாப்பா இதுக்கு நீங்கமே அவட கபூர்ல அனுபவிக்கும் ಇದರ ಶಿಕ್ಷೆ ನಿಗಮೆ ಅನುಭವಿಕೊಂಡು ನಂಗಾರು ಬಂಡ ಚೆಂದಿಟ್ಟು ಅವ್ರು ಧೈರ್ಯ ಚೆಲ್ಲ ಬಂಡಾರ ನಂಗಲ್ಲ ಬಾಪ ನಿಗಳೊಟ್ಟಿಗೂ ನಂಗ ಬಂಡ ನಿಗಳೊಟ್ಟಿಗೂ നിങ്ങളെ കബറിനോട് നങ്ങ നിൽക്കട വേണ നിങ്ങൾ ഒട്ടിಗೆ കീഴിന്റെ കബറുകു ചെന്നിട്ട് ആരാ ഒരു മനുഷ്യ ചെല്ലാറ ധൈര്യത്തണ്ട കൊള്ളാറ ഇല്ലല്ലേ ഞങ്ങളെ മയ്യത്തിന് സീത കൊമ്പോയിട്ട് കബറിനവിടെ ആ അതാബ് നടക്കട ആ ജാഗക്ക് ഞങ്ങളെ ഇഴിച്ചിട്ട് കൈ കുടഞ്ഞിട്ട് എഞ്ചം പോയാരെങ്കില് പിന്നെ തിരിഞ്ഞു നോക്കില്ല പിന്നെ തിരിഞ്ഞു നോക്കില്ല ആരും ഇല്ല കടൊന്ന് ബാക്കി വെച്ചിരണ്ട കടൊന്ന് ബാക്കി വെച്ചിരണ്ട മുഞ്ഞാത്തെ പോലെ നക്ക് കൊന്തിന്ന ഒരാൾ അതിൽ പോയിട്ട് വലിയ പൈസക്കാരായ അതിൽ പോയിട്ട് അങ്ങനെ പെഞ്ഞി മക്കളോട്ടു ഇതാ നിങ്ങളെ മാപ്പിള നക്കിത്തർ ലാഖ് രൂപ തറകൊണ്ടു അത് നിങ്ങൾ തരുന്നുണ്ട് അതിൽ കേട്ടപ്പോ പെഞ്ഞി മക്ക എന്തിൽ ചെന്നാർ കൊന്തുണ്ട ഞങ്ങളോട്ട് കയ്യിൽ ചെന്നിട്ടില്ല അല്ലെങ്കിൽ ഏത് ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടില്ല ഹക്ക് നാ ചെല്ല് ഞങ്ങളോട്ട് കയ്യിൽ ചെന്നിട്ടില്ല ഉണ്ടോ അവിടെ പൈസ ഉണ്ടോ ആറാറിന് പടിയാക്കടേ അയാത്തിക്കൊമ്പത്തുക്കും പല്ലിക്കും മദ്രസത്തുക്കും ഞങ്ങളെ പരലോകത്ത് കേട്ടി ചെലവാക്കിയ ഞങ്ങ ബച്ചാവും ಬ್ಯಾಂಕುಲು ಬಿಲ್ಡಿಂಗು ಗಾಡಿಯು ಮಂಗಿಲ್ತೆ ಗೌಜಿಗೂ ಎಲ್ಲ ಕಡಗಟ್ಟಾಕಿ ಬೆಚ್ಚ ಕಡ ತೀರ್ಕೋವು ಸಮತೆ ಬೇರೋ ಜಾಗ അങ്ങനെന്തൊരു ചെന്നാർ കൊണ്ടുണ്ട നിങ്ങ കട തന്നെ പ്രൂഫ് എന്തിനുണ്ട് ഞങ്ങളോട്ട് ഞങ്ങളെ ബാപ്പ ചെന്നില്ല നിന്റെ മാപ്പിള ചെന്നില്ല ನಾನು ಓನ್ ಇತ್ತರ ಲಾಖ ರೂಪಾಯಿ കൊടുಕೊಂಡು ചെന്നിട്ടുണ്ട് അങ്ങ ചെല്ലെ സമമേ തപ്പെന്തും ഇല്ല അങ്ങ ചെല്ലെ സമമേ ಚಿಂತೆ ಇಲ್ಲ ഞങ്ങളെ ವಿಷಯ ಹತ್ತಿರ ನಂಗೆ ಚೆಲ್ಲಮ್ಮ ಪಿಂಜ ಮಕ್ಕಳೊಟ್ಟಿಗೂ ನಂಗೆ ಅವಳು ಇತ್ತರ ಕಡೊಂಡು ನಾನು ಇತ್ತರ ಕೊಡ್ಕೊಂಡು ಹಾಕೊಂಡು ನಂಗೆ ಚಂದ್ರಮ್ಮ ಇಲ್ಲ ಚೆಲ್ಲಿಲ್ಲ അങ്ങ ചെല്ലെ സമമേ ಕೊಡ್ತದೇ ಇಲ್ಲ ಕೋಟಿಗಟ್ಟಲೆ ಸೊತ್ತು ನುಟ್ಟು ನಂಗಾಕಿ വെച്ച കട തീർക്കടെ ഗത്തില്ല എന്താ ചാക്കോർ തന്നെ പിടിച്ചത്തെ മുസ്ലിം ഇങ്ങനെ ഗത്തില്ലാത്ത പോലെയിട്ട് പോണ്ട ഒരു യാത്ര ഉണ്ട് ഞങ്ങൾ മറിച്ചിട്ട് മയ്യത്തുക്കും പൊമ്പത്തും മസ്ത് ജാഗ്രത ആക്കിയിട്ട് ആലോചന ആക്കിയിട്ട് അതപ്പുള്ള അടങ്ങിയിട്ട് ഞങ്ങൾ ജീവിച്ച ഞങ്ങൾ ബച്ചാവും ಶೋಭಾಜಿ ಕಾಂಪಿಟೇಷನ್ ಪೆರೋಲ್ ಮಾತು ನಂಗೆ ಪೋಯಾ ನಂಗೆ ಬರ್ಬಾದ್ ಆರು ನಂಗಲೆ ಬಚ್ಚವಾಕ ಆರು ಬಂಡಿಲ್ಲ ನಂಗಲೆ ಕಡ ತೀರ್ಕಡೆ ಗತ್ತಿಲ್ಲ ನಂಗಾಕೆ ದೋಷத்துக்கு ನಂಗಮೇ ಕಾರಣ ಅಲ್ಲಾಹ್ ಕಾಕಟ್ಟು ಎತ್ತರ ಸೂಕ್ಷ್ಮವಾಗಿ ಜೀವಿಕೋಗ ಆವುಡು ಅತ್ತರ ಸೂಕ್ಷ್ಮವಾಗಿ ಜೀವಿಚ್ಚ ಕಡಕಟ್ಟಿಲ್ಲ ಅಂತ ಜೀವಿಚ್ಚ ದಾನ ಧರ್ಮ ಹಾಕಿ ಜೀವಿಚ್ಚ ನಂಗಲೆ ದೌಡ ಸ್ಟಾಕ್ ಆಯ್ತು ಬ್ಯಾಂಕಲ್ಲಿ ഇവിടെ ബാങ്കിൽ വെച്ചിട്ട് മാത്രം മറിച്ചാ പിന്നെ പള്ളിക്കും കിട്ടല മദ്രസത്തും കിട്ടല അങ്ങോക്കേ വേണല്ലോ അങ്ങോക്കേ മെയ്യാവില്ല അത്ര ചെലവുകൊണ്ട് മറിച്ചാൽ പിന്നെ ജാമകത്തക്ക് 30,000 ഓരോരോ ദൂവത്തുകൾ ആ കണക്കുണ്ട് ആരെ പൈസ ബാപ്പാക്കി വെച്ച പൈസത്തിൽ തീർക്കിടത് ಬಂದ ಕುಟುಂಬತ್ತಂಗೂ ಓರೋ ತಿಂಗಳು ಚಲೋ ಎತ್ತರ ಉಂಟು ಅದಕ್ಕೆಲ್ಲದಕ್ಕೂ ಪೈಸೆ ಉಂಟು ಬಾಪಾಕಿ വെച്ച ಕಡ ತೀರ್ಕೋಕ್ಕೂ ಗತಿಲ್ಲ ಇದೆಲ್ಲ നടക്കുന്ന വിഷയം നിങ്ങൾക്ക് നാച്ചെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അദബ്ബുൽ അടങ്ങിയിട്ട് അള്ളാഹുക്ക് ഭയപ്പെട്ടിട്ട് ആ ഖുർആൻ ഓതിട്ട് ഒരു നാളും ഖുർആൻ ഓതാണ്ട് മാത്രം അറിഞ്ഞിരണ്ട ഒരേ ഒരു നാൾ ഖുർആൻ ഇല്ലാണ്ട് ഞങ്ങളുടെ ജീവനമേ വേണ്ട ഞങ്ങൾ ഹയ്യാത്തിക്കിടെ ഖുർആൻ ഓതുക അതൊന്നും ನೆನಪಿಚ್ಚണം ഞങ്ങൾ ഡെയിലി ഖുർആൻ ഓതിട്ട് 5 വക്ത നിസ്കാര ടൈം ആകുമ്പോൾ നിസ്കരിച്ചിട്ട് ತೌಬಾಕಿಟ್ ದಾನ ಧರ್ಮಾಕಿ ಎತ್ತರ ತೀರಿತ್ತು ಅತ್ತರ ನಂಗಲೆ ಪರಲೋಕತ್ತು ಕೇಟಿ ചെലവാക്കൊന്നങ്ങ അത് ഞങ്ങൾക്ക് എടുത്ത് ഞങ്ങൾ ചെലവാക്കില്ലേ അത് ഞങ്ങൾ കിട്ടില്ല അത് ഞങ്ങൾ എന്തായാലും കിട്ടില്ല ഞങ്ങൾ പിച്ചലോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഷഹാദത്ത് കലിമ ചെന്നിട്ട് നല്ല ഒരു മുഅ്മിനായിട്ട് മരിക്കുക അല്ലാഹുവേ നീ ഞങ്ങളെല്ലാവർക്കും ആവതാക്ക് റബ്ബേ ഞങ്ങൾ മരിക്കുന്ന ടൈമിൽ ശൈത്താൻ ഞങ്ങളെ ചതിക്കാത്ത പോലെ ഞങ്ങളെ മുട്ട വരാത്ത പോലെ നീ കാത്ത് സലാമത്താക്കി അല്ലാഹ് സഡൻലി ಬಂದ മൗത്ത് ബടക്ക് മൗത്ത് അദാബുടെ മൗത്ത് ആക്സിഡന്റിന്റെ മൗത്തിരത്തിലോട്ട് അല്ലാഹ് നീ ഞങ്ങളെ സലാമത്താക്കി റബ്ബേ ഞങ്ങളെ മരിക്കുന്ന ആ ടൈമിൽ ഞങ്ങൾ നിന്റെ ഇബാദത്തെടുത്തിക്കുക ആവതാക്ക് റബ്ബേ ആ മരിക്കുന്ന ടൈമിൽ ഏതേ ഒരു ബടക്കത്തരത്തെ പേരോ ഞങ്ങൾ കാത്ത പോലെ നീനെ ഞങ്ങളെ സലാമത്താക്കണം അല്ലാഹുവേ അതത്തരെ മുസ്ലിമിക തീരാൻ ഡൗത്തിലും ഹോസ്പിറ്റലുള്ളാർ ഷാഫിയായ ഞങ്ങൾക്ക് അള്ളാഹ് ഞങ്ങളതും തടിലും ഞങ്ങൾക്ക് എല്ലാ സീക്രട്ടും നീ ശിഫാക്ക് റബ്ബേ മരിക്കൊടുത്തോളം നമുക്ക് നല്ല ആരോഗ്യത്തിന് അള്ളാഹ് അതത്തരെ മുസ്ലിമിക മറിച്ചിട്ട് കബറിൽ വരഞ്ഞിടാറ്
അങ്ങനെ കബറിനെ വിശാലമാക്കു റബ്ബ്, അങ്ങനെ നീ മഗ്ഫിറത്തിലാക്കു റബ്ബ്. അതെത്രേ മുസ്ലിമീങ്ങൾ ജയിലുള്ള റബ്ബ് അള്ളാഹുവെ, അങ്ങ് ആ ജയിലിലും കേസിലെ പത്ത് പറകും നീ നാമതാക്കു റബ്ബ്. അങ്ങനെ ഉത്തരങ്ങും നീ സബൂറിനെ കൊണ്ട് പഠിച്ച റബ്ബ്. അങ്ങനെ ഉത്തരങ്ങും ഈ നോമ്പ് നാളിലും പെരുന്നാളുണ്ട്, ആ ഉത്തര വെഞ്ഞയും മക്കും നീ സബൂറിനെ കൊണ്ട് റബ്ബ്, ഇസ്തിഖാമത്തിനെ കൊണ്ട് റബ്ബ് അള്ളാഹുവെ. ഞങ്ങൾ കൂടെ ക്ലാസ് ആക്കുക അവകാശം തന്നെ ഈ പള്ളിയുടെ ഇൻചാർജ് അള്ളാഹുവെ, അയ്യലുകും ഇവിടുത്തെ ഖതീബുകും ഇവിടുത്തെ മുഅസ്സിനുകും അതേപോലെ നിസ്കരിക്കപ്പെട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുവെ നീ നല്ല ആരോഗ്യം ആഫിയത്തും റഹ്മത്തും ബർക്കത്തും നീ ചൊരിച്ചിട്ടാ അല്ലാഹ്. ഖിയാമത്ത് നാളത്തോളം ഈ പള്ളിയുടെ നീ ഇവിടെ നിലനിപ്പാട്ട് റബ്ബ് അള്ളാഹുവെ. ഇവിടെ പ്രതിവർഷ തൗഹീദും സുന്നത്തിന്റെ ദാവാക്കും നീ നമുക്ക് ആവതാക്കണം അല്ലാഹ്. اللهم اغفر لجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات إنك مجيب الدعوة منزل البركات يا خالي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصر الاخوان المسلمين في كل مكان. ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمة الله.